എന്നെ ദൂരെ ഇരുന്ന് കേൾക്കാൻ സാധ്യതയുള്ള നാനാജാതി മതസ്ഥരായ ഈ ദേശത്തെ നിവാസികൾ, പ്രസിദ്ധനായ പാമ്പാടി തിരുമേനിയെ പറ്റി പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ പ്രസിദ്ധമായ ദേവാലയത്തിൽ ഒരു സാക്ഷ്യം നൽകി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് കരസ്ഥലായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥ. ഇന്നലെ 2-3 നേരം ആഹാരം കഴിച്ചാൽ ഏതോ ഒരു ആഹാരം എൻ്റെ വയറിന് പിടിച്ചില്ല എന്ന് സാരം. ഭാര്യ ഭയങ്കരമായി ഭയചകിതയായി. ആശുപത്രിയിൽ പോകണമെന്നില്ല, അവൻ ആശുപത്രിയിലൊന്നും പോകുന്നില്ല. അതെന്താ? ഞാൻ പറഞ്ഞു, ഞാനിന്ന് പാമ്പാടി തിരുമേനിയുടെ അനുസ്മരണ പ്രസംഗത്തിന് പോവാൻ. ഞാൻ യാത്ര വന്നപ്പോഴേ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥത പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പ്രസംഗത്തിന് പോകാതിരിക്കുന്ന പ്രശ്നമില്ല, അസുഖം തന്നെ സുഖപ്പെടുന്നു. 10-20 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം ഭേദപ്പെടുകയും സുഖപ്പെടുകയും ഞാൻ യാത്ര പുറപ്പെട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാമ്പാടി തിരുമേനിയുടെ പേരിൽ ഒരത്ഭുതം ഇന്ന് രാവിലെ അനുഭവിച്ചിട്ടാണ് ഞാൻ പുറപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ഒരു സാക്ഷ്യത്തോടുകൂടി ഞാൻ പ്രസംഗം ആരംഭിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പാമ്പാടി തിരുമേനിയെ പറ്റി വായിക്കുമ്പോൾ സാധാരണ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഐൻസ്റ്റൈൻ മഹാത്മാഗാന്ധിജിയെ പറ്റി പറഞ്ഞ ഒരു വാചകമാണ്. Generations to come will scarce believe that such a man had lived on this earth in flesh and blood. വരുന്ന തലമുറകൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വരുന്ന തലമുറകൾ ഗാന്ധിജിയെ പോലെ ഒരാൾ മജ്ജയും മാംസവും രക്തത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു ടോയിൻബിയുടെ ആ വലിയ സേയിങ്ങിന്റെ സാരം. പാമ്പാടി തിരുമേനിയെ പറ്റി വായിക്കുമ്പോഴും നമ്മളാ തലമുറയിൽ ജീവിച്ച ആളായതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും. ഒരു 100 വർഷങ്ങൾക്ക് ശേഷം, 4 തലമുറകൾക്ക് ശേഷം വരുന്ന ഒരു കുട്ടി ഇതൊക്കെ വായിച്ചാൽ ഇങ്ങനെയും ഒരു മഹാൻ, ഒരു പരിശുദ്ധൻ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്നോ എന്നൊരു പക്ഷേ ആ കുട്ടി സംശയിച്ചതിന്. അത്ര പരിശുദ്ധമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പാമ്പാടി തിരുമേനിയുടെ. ഖലീൽ ജിബ്രാൻ എന്ന നൊബൽ സമ്മാനം കിട്ടിയ വിശ്വപ്രസിദ്ധനായ പാലസ്തീനിയൻ കവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രോഫറ്റ് എന്ന പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്താണ് സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം? ഖലീൽ ജിബ്രാൻ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. സാധാരണ മനുഷ്യർ ആകാശം നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നുപോലെ മാത്രമാണ്. എന്നാൽ മഹാന്മാരായ മനുഷ്യർ സ്റ്റാർ ഓഫ് ബേത്ലഹേം എന്നാണ്. ബേത്ലഹേം നക്ഷത്രത്തിന് പ്രത്യേകത, ആളുകൾക്ക് വഴികാട്ടിയാവുന്ന നക്ഷത്രമാണ്. നമ്മുടെ ഭാരതീയ ശാസ്ത്രപ്രകാരം പോൾ സ്റ്റാർ എന്ന് പറയുന്ന ധ്രുവ നക്ഷത്രം പോലെ ക്രിസ്ത്യാനികളുടെ കൺസെപ്റ്റിലുള്ള നക്ഷത്രമാണ് ബേത്ലഹേം എന്ന നക്ഷത്രം. ഭൂമിയിലെ സാധാരണ മനുഷ്യർ ഈ സാധാരണ നക്ഷത്രങ്ങളെ പോലെയാണ്. പാമ്പാടി തിരുമേനിയെ പോലുള്ള ആളുകൾ ബേത്ലഹേമിലെ നക്ഷത്രത്തെ പോലെ അനേകം തലമുറകൾക്ക് വഴി കാണിക്കുന്ന നക്ഷത്രമായി മാറുന്നു എന്നുള്ളതാണ് നാം ആ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള അത്ഭുതകരമായ സംഭവം എന്ന് പറയും. ഖലീൽ ജിബ്രാൻ തന്നെ രസകരമായ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ 3 തരത്തിലാണ് അവരുടെ അവസാനം എന്നാണ്. ഫസ്റ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഗെറ്റ് ബറീഡ് അണ്ടർ ദ എർത്ത് ആഫ്റ്റർ ദ ഡെത്ത്, ഫോർഗോട്ടൻ. ഒരു തരത്തിലുള്ള ആളുകൾ മരിച്ച് കല്ലറയിലേക്ക് പോയി അവരെന്നും വിസ്മരിക്കപ്പെട്ടു പോവുകയാണ്. Second set of people get erected as statues for birds to have their waste put upon their heads. But the third set of people live in the hearts of human beings. They are the great men. ഒരു കൂട്ടം ആളുകൾ മരിച്ച് മണ്ണിനടിയിലേക്ക് പോയി എന്നേക്കുമായി വിസ്മൃത കൂടിയാണ്. മക്കളോട് സ്ലാബ് ഇട്ടാൽ ചിലപ്പോൾ അത് കിടക്കും. 3-4 തലമുറയ്ക്ക് ശേഷം വന്ന പള്ളി കമ്മിറ്റി ആ സ്ലാബ് ദൂരെ കളയും. അങ്ങനെ അതിന്റെ അവസാനം പോകും. രണ്ടാമത് കൂട്ടം ആൾക്കാർ സ്റ്റാച്യു പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. അതിനൊരു ഉപകാരം മാത്രമേ ഉള്ളൂ, പക്ഷികൾക്ക് ഇരുന്ന് കാഷ്ടിക്കാൻ ബെസ്റ്റ് ഒരു സ്ഥലമാണ്. നമ്മുടെ തലയിൽ ഇങ്ങനെ പക്ഷികൾ കാഷ്ടിച്ചുകൊണ്ടിരിക്കും. 3-ാമത് സെറ്റ് ആൾക്കാർ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കും, ജനറേഷൻസ്. പാമ്പാടി തിരുമേനി വരും തലമുറകളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന
അസാധാരണനായ ഒരു പരിശുദ്ധനാണ്. ആ പരിശുദ്ധനെ പറ്റി മനസ്സിലാക്കുന്നതിന് വിവിധ തലങ്ങളിൽ അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ജീവചരിത്രം വായിക്കുമ്പോൾ വളരെ അസാധാരണമായ ഒരു ജീവിതം. 14 വയസ്സായപ്പോൾ ശമാശ പട്ടം സ്വീകരിക്കുന്നു. മലങ്കര സഭയിലെ അതിപ്രഗത്ഭന്മാരുടെ ഒരു നിരയാണ് ശമാശ പട്ടം കിട്ടിയപ്പോഴും പുരോഹിത പട്ടം കിട്ടിയപ്പോഴും ദേവാ പട്ടം കിട്ടുമ്പോഴും ഒക്കെ ഓരോ ഘട്ടത്തിലും ആ ചടങ്ങിൽ പങ്കെടുത്ത മഹാരഥന്മാരായ മെത്രാന്മാരുടെയും മെത്രാപ്പൊലിത്തമാരുടെയും ലിസ്റ്റ് വായിച്ചാൽ അമർന്നു. 14-ാമത്തെ വയസ്സിൽ ശമാശ പട്ടം, 21-ാമത്തെ വയസ്സിൽ പുരോഹിത പട്ടം. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അദ്ദേഹം റംബാനായി ഉയർത്തപ്പെടുന്നു. 21-ാമത്തെ വയസ്സിൽ റംബാനായ ചരിത്രം പത്മൽ തിരുമേനിയുടെ അല്ലാത്ത വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 1911 സഭാ കമ്മിറ്റി അദ്ദേഹത്തെ മെത്രാനായി തെരഞ്ഞെടുത്തു. അത് അദ്ദേഹം സ്വീകരിച്ചിരുന്നുവെങ്കിൽ 26-ാമത്തെ വയസ്സിൽ മെത്രാനായ പരിമൽ തിരുമേനിയുടെ 29 വയസ്സ് റെക്കോർഡും കൂടി ഭേദിക്കുന്ന ഒന്നായിരുന്നു 26-ാമത്തെ വയസ്സിൽ മെത്രാൻ പട്ടം സ്വീകരിച്ചിരുന്നുവെങ്കിൽ. തന്നെ വിനയം കൊണ്ട് അത് സ്വീകരിക്കാതെ പോയി. അവസാനം 1929 44-ാം വയസ്സിൽ മെത്രാനായി ഉയർത്തപ്പെടുകയും ചെയ്തു. പിന്നെ 36 വർഷം മെത്രാനായിരുന്ന ശേഷം അദ്ദേഹം കാലയവനികൾക്കുള്ളിൽ 1965 മരിച്ചിട്ട് ഇന്ന് 50 വർഷം പൂർത്തിയാകും. അരനൂറ്റാണ്ട് പൂർത്തിയാകും. ബയോഗ്രഫിയിൽ സ്കെച്ച് എടുത്താൽ അത്ഭുതകരമെന്ന് വിശ്വസിക്കപ്പെടാവുന്ന ഒരു ബയോഡേറ്റയാണ് പാമ്പാടി തിരുമേനിക്ക് ഉള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. പക്ഷെ കത്തോലിക്ക സഭയെ പോലെ അത്ഭുതങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഓർത്തഡോക്സ് സഭയ്ക്ക് ഇല്ല. ഞാൻ ഒരിക്കൽ ഗവേഷണത്തിന്റെ ഭാഗമായി പരിമല പോയി ആ ലിസ്റ്റ് ചോദിച്ചു. പരിമല ആ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നും പോലീസ് ഓഫീസർമാർ കേരളത്തിൽ വന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്. കോവളം, തെക്കടി, ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ നമ്മൾ സ്ഥിരം പറയാനുള്ള സ്ഥലങ്ങളുണ്ട്. അവർ പറഞ്ഞു അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു 3-4 പ്ലേസസ് കഴിഞ്ഞു. ഇത് കൂടാതെ പരിമല എന്ന സ്ഥലം കൂടെ ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ ഈ പോലീസ് ഓഫീസറോട് ഇദ്ദേഹം ഒഫീഷ്യൽ ഗസ്റ്റായിട്ട് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അപ്പൊ കേരള ഗവൺമെന്റ് എന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്തു. ഈ സീനിയർ അമേരിക്കൻ പോലീസ് ഓഫീസറിന്റെ എക്സ്ചേഞ്ച് പരിപാടിയാണ്. കേരള പോലീസ് അമേരിക്കൻ പോലീസും എക്സ്ചേഞ്ച് പരിപാടിയാണ്. എന്താണ് ഈ പരിമല കാണാനുള്ള ആഗ്രഹം? അപ്പൊ അവരുടെ ശ്രദ്ധേയമായ കഥ. പള്ളികളിൽ കയറി മോഷ്ടിക്കുന്ന ഒരു മോഷണ സംഘം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവർ ചിക്കാഗോയിൽ 9 പള്ളി കയറി. അക്കൂട്ടത്തിൽ ചിക്കാഗോയിലെ ഓർത്തഡോക്സ് പള്ളിയിലും അവർ കയറി മോഷ്ടിക്കാനായിട്ട് മോഷ്ടിച്ചു. അവിടുത്തെ 3-4 പടങ്ങളൊക്കെ അവർ തകർത്തു. അതിനുശേഷം പള്ളിക്കകത്ത് വെച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേശ്യസ്ത്രീയുമായി ലൈംഗിക വീഴ്ച നടന്നു. അതിന്റെ എവിഡൻസ് ഉണ്ടാകാം. പക്ഷെ പരിമളത്തിനുള്ള ഫോട്ടോ മാത്രം നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ച് വിക്കറ നേരെ തിരിച്ചു വെച്ചിട്ടാണ് അവർ പോയത്. അപ്പൊ ഈ കള്ളന്മാരെ അവസാനം പോലീസ് പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉൾപ്പെടെ ഫോട്ടോസ് ആ പള്ളിയിൽ തകർത്തല്ലോ, പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ ഫോട്ടോ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് നശിപ്പിച്ചില്ല? അവർ പറഞ്ഞു, ഈ ഫോട്ടോയുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോ അതിലെ ആളിനെ അവർക്ക് അറിഞ്ഞൂടാ. ഈ പരിമളത്തിനെ അദ്ദേഹത്തെ പറ്റി കള്ളന്മാർക്ക് യാതൊരു വിവരമില്ല. അവിടെ എന്തോ ഒരു വേഷത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇങ്ങനെ അഗ്നി സ്ഫുലിംഗങ്ങൾ ഞങ്ങളുടെ നേരെ വരുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ ഭയന്നു പോയി. അതുകൊണ്ട് ആ കണ്ണിൽ നിന്ന് അഗ്നി സ്ഫുലിംഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഫോട്ടോ തിരിച്ചങ്ങ് പിറ്റേന്ന് നേരെ വെച്ചിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ഓർത്തഡോക്സ് പള്ളിയിൽ കാര്യമായിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. മറ്റു പള്ളികളിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയില്ല. അച്ഛൻ ചിലപ്പോൾ അന്നത്തെ പൈസ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അത്ഭുതമായി കണ്ണിൽ നിന്ന് പ്രകാശരശ്മികൾ വന്ന് കള്ളന്മാരെ ഭയപ്പെടുത്തിയ ആ ബിഷപ്പിനെ ആ പള്ളിയിൽ നിന്ന് കാണും. അങ്ങനെ ഞങ്ങൾ കുട്ടനാട്ടിൽ നിന്ന് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഞങ്ങൾ പരിമല വന്നു. പരിമളത്തിനുള്ള ഫോട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ പഴയ ഓർമ്മയുണ്ട്. അന്നത്തെ ഫോട്ടോ ഞാൻ അവിടെ ഇരിക്കുന്ന പരിമളത്തിനുള്ള ഫോട്ടോ. അപ്പോ നമ്മളിൽ പലരും പരിമളത്തിനുള്ള ജൂറിസ്ഡിക്ഷൻ കേരളത്തിൽ മാത്രമുള്ളതാണ്. 7 കടലിനപ്പുറം അമേരിക്കയിലാണ് പരിമളത്തിനുള്ള അത്ഭുതം. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഈ
പരിമല ഉണ്ടായിരുന്ന റബ്ബാസിനോട് ചോദിച്ചു, ഇവിടെ നടന്ന അത്ഭുതങ്ങളുടെ മറ്റത്ഭുതങ്ങളുടെ ലിസ്റ്റ് വല്ലതും ഉണ്ടോ? റബ്ബാസിനോട് ഞങ്ങളങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. കത്തോലിക്കാ സഭയുടെ വലിയ പുണ്യസ്ഥലങ്ങൾ ലൂർദ് 5 മില്യൺ അത്ഭുതങ്ങൾ പറഞ്ഞ 5 മില്യനാണ്. 50 ലക്ഷം അത്ഭുതങ്ങളോട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന രാജ്യത്തിലെ ഇന്നാർക്ക് ഇന്ന രോഗം സുഖപ്പെട്ടു, ഇന്ന രാജ്യത്തിലെ ഇന്നാർക്ക് ഇന്ന അത്ഭുതം സംഭവിച്ചു, ഇങ്ങനെ പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ റിട്ടേൺ റിക്വസ്റ്റ് പരിമല കൊടുത്തു. അതായത് അവിടെ നടക്കുന്ന അത്ഭുതമല്ല, രാജ്യത്ത് നടക്കുന്ന അത്ഭുതം റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് റിക്വസ്റ്റ് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച അവിടെ കയറിയപ്പോൾ 500ഓളം അത്ഭുതങ്ങൾ അവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതകാലം ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടാത്തത് കൊണ്ട് വിസ്മൃത കോടിയിലായി പോകാൻ സാധ്യത. ഇന്നത്തെ പ്രവാസ സംഗമത്തിൽ തുടങ്ങി ഇനിയുള്ള അത്ഭുതങ്ങളെങ്കിലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും അനന്തര തലമുറകൾക്കായി അത് പഠന വിഷയമാക്കാനുള്ള മെറ്റീരിയലാക്കി രൂപാന്തരപ്പെടുകയാണ്. അതിനൊരു വലിയ തുടക്കമായി പ്രവാസ സംഗമം ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു വലിയ സഭാചരിത്രത്തിലും പാമ്പാടി തിരുമേനി ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരുടെ ചരിത്രത്തിലും വളരെ അത്ഭുതകരമായ ഒന്നാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഭൂമിയിലെ അത്ഭുതങ്ങൾ ഏതൊക്കെ തരത്തിലാണ് സംഭവിക്കുക? അതിലേറ്റവും ആദ്യത്തെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് രോഗശാന്തി അത്ഭുതങ്ങൾ എന്ന് പറയുന്ന അത്ഭുതങ്ങളാണ്. ശാരീരികമായും മാനസികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധമായ ഇടപെടലിലൂടെ സുഖപ്പെടുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വിശുദ്ധന്മാരുടെ ദിവ്യചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങളുടെ ലിസ്റ്റ്. കത്തോലിക്കാ സഭയിൽ ഒരാളിനെ പരിശുദ്ധനാക്കി ഉയർത്തണമെങ്കിൽ, സെയിന്റ് ആക്കി ഉയർത്തണമെങ്കിൽ അതിന് 4 സ്റ്റെപ്പുകളാണ്. ആദ്യമായി അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ആത്മീയമായ ഒന്നാണ് എന്ന് എവിഡൻസ് ഉപയോഗിച്ച് ഒരു കമ്മിറ്റി ഡിസൈഡ് ചെയ്ത ശേഷം ആ ആളിനെ ദൈവദാസൻ, സെർവന്റ് ഓഫ് ഗോഡ്, സെർവന്റ് ഓഫ് മാൻ അല്ല, സെർവന്റ് ഓഫ് ഗോഡ് ആണ് ഫിക്സ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഈ ആളുടെ മധ്യസ്ഥതയിലൂടെ അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പഠന വിധേയമാക്കിയ ശേഷം രണ്ടാമതായി ആ ആളിനെ അടുത്ത സ്റ്റേജിലോട്ട് മാറ്റും. അത് ബ്ലസ്സഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. രണ്ടാം സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 മൈനർ അത്ഭുതങ്ങളും 2 മേജർ അത്ഭുതങ്ങളും ഉണ്ടാവും. 2 മൈനർ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നോർമലി എക്സ്പ്ലെയിൻ ചെയ്യപ്പെടാവുന്ന ഒരു അത്ഭുതത്തിന്റെ സ്റ്റേജിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരാളുടെ സന്നിവാദ ജ്വരം അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഒന്ന് അക്യൂട്ടായി അതിൽ നിന്ന് അതിന് രക്ഷപ്പെട്ടു. ഇത് വൈദ്യശാസ്ത്രപരമായോ മരുന്നുകൾ ഉപയോഗിച്ചോ ഒക്കെ ആ സുഖം ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഡിവൈൻ ഇന്റർവെൻഷനുണ്ട്. ആ സ്റ്റേജ് എത്തുമ്പോൾ ആ ആളിനെ വെനറബിൾ എന്ന സ്റ്റേജിലേക്ക് മാറ്റും, 3ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മേജർ അത്ഭുതങ്ങൾ. കാലില്ലാത്തവർക്ക് കാലുണ്ടാവുക, ജന്മന കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച വരിക, ഇങ്ങനെയൊക്കെ ഒരു രീതിയിലും മെഡിക്കൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മേജർ അത്ഭുതങ്ങൾ. എന്നിട്ട് ഒരു 7 അംഗ കമ്മിറ്റി ആ അത്ഭുതങ്ങളെ പറ്റി പഠിക്കും. അതിൽ ഒരാൾ ഡെവിൾസ് അഡ്വക്കേറ്റ് ആണ്. 7 അംഗ കമ്മിറ്റിയിൽ ഒരാൾ എന്തുകൊണ്ട് ഈ ആളിനെ വിശുദ്ധരാക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അൽഫോൺസ പുണ്യവതിയെ സെയിന്റ് ആക്കാനുള്ള സംഭവം 40 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഡെവിൾസ് അഡ്വക്കേറ്റ് വാദിച്ചു there was a suicide attempt in between. അതൊരു വിശുദ്ധ ആകാനുള്ള ആളിന് ചോദിച്ചതല്ല. ആ വാദത്തിൽ 40 വർഷം ഡിലേഡായി അൽഫോൺസ പുണ്യവതിയെ വിശുദ്ധയാക്കുന്ന സംഭവം. അപ്പൊ ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എതിരായിട്ട് വാദിക്കും. എന്നിട്ട് ആ മുഴുവൻ സംഗതികൾ സോൾവ് ചെയ്ത ശേഷമാണ് 4ാമത്തെ സ്റ്റേജിൽ ഒരാളിനെ സെയിന്റായി കത്തോലിക്കാ സഭ ഡിക്ലെയർ ചെയ്യുന്നു. പാമ്പാടി തിരുമേനിയെ പറ്റി, നമ്മുടെ വിശുദ്ധന്മാരെ പറ്റിയൊക്കെ ഈ ഭയങ്കര അത്ഭുതങ്ങൾ അത് വളരെ കൃത്യമായി ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏതൊക്കെ മൈനറാണ് ഏതൊക്കെ മേജറാണ് എന്ന് ഘട്ടഘട്ടമായി തിരിച്ച് അത്ഭുതങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്ഭുതങ്ങൾ ആവണം. പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള വസ്തുത അദ്ദേഹത്തിന്റെ ലളിത ജീവിതമാണ്. പാമ്പാടി തിരുമേനിയെ കാണുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ തിരുമേനിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ നെറ്റി വളരെ വീതിയുള്ള ഒരു നെറ്റിയാണ്. ഒരാളിന്റെ നെറ്റിയിൽ നിന്ന് ആ ആളിന്റെ ബുദ്ധിശക്തി മനസ്സിലാക്കാൻ പറ്റും.
കാരണം തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു മനുഷ്യന്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്യും. അപ്പൊ ഈ ഫ്രണ്ടൽ ലോബ് എവിടെ വരെ ഉണ്ടോ അവിടെ വരെ തലമുടി കളിക്കുകയാണ്. ഒരു ആവറേജ് ഇന്റലിജൻസ് ഉള്ള ഒരാളിന് 4 വിരക്കടെ നെറ്റി എന്ന് പറയും. അതായത് ആ ആളിന്റെ 4 വിരലുകളുടെ വീതിയും നെറ്റിയുടെ വീതിയും തുല്യമായിരിക്കും. അതിൽ കൂടുതൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ കൈയുടെ വീതിയും നെറ്റിയുടെ വീതിയും തുല്യമായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾക്ക് നെറ്റിയുടെ വീതി വളരെ വലുതായിരിക്കും. പാമ്പാടി തിരുമേനിയുടെ തൊപ്പിയുള്ള ഫോട്ടോയും തൊപ്പി ഇല്ലാത്ത ഫോട്ടോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാമ്പാടി തിരുമേനിയുടെ നെറ്റിയുടെ വീതി 12 വരക്കട നെറ്റി എന്ന് പറയപ്പെടുന്ന ഒരു വീതിയാണ്. ദാറ്റ് ഈസ് എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജന്റ് ആണ് എന്നുള്ളതിന് വളരെ കൃത്യമായ ഇൻഡിക്കേഷൻ അവിടെ കിട്ടുകയാണ്. അതായത് PhD ഒന്നും എടുത്തിട്ടില്ല, MA ഒന്നും അധികം എടുത്തിട്ടില്ല, സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പെക്യുലർ കണ്ടീഷൻ ഓഫ് ഹിസ് യങ് ഏജ്. അതായത് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബുദ്ധിശക്തി അത് നെറ്റിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ നെറ്റിയിൽ 2 പ്രത്യേകമായ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫിലോസഫേഴ്സ് റിംഗിൾ എന്ന് പറയുന്ന സംഗതിയാണ്. നെറ്റിയിൽ ഇങ്ങനെ നെടുകെ 2 വരകൾ വലിയ ഫിലോസഫേഴ്സിന്, വലിയ ചിന്തകന്മാർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ്. പാമ്പാടിത്തിനുടെ ഫോട്ടോയിലോട്ട് നോക്കിയാൽ ഫിലോസഫേഴ്സ് റിംഗിൾ 2 വളരെ കൃത്യമായി നെറ്റിയിൽ ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടം വരെ കാണാം. ഓൾവേസ് സ്പിരിച്വലായി തിങ്ക് ചെയ്യുകയും ഫിലോസഫിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഫിലോസഫേഴ്സ് റിംഗിൽ ഉണ്ടാവുക. മൂന്നാമത് അദ്ദേഹത്തിന്റെ നെറ്റി നെടുക വെർട്ടിക്കലായിട്ട് 2 റിംഗിൾസ് ആണ്, വെർട്ടിക്കൽ റിംഗിൾസ്. അതിനെ സൈക്കോളജിസ്റ്റ് പറയുന്നത് മെൻ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ്. വലിയ ചക്രവർത്തിമാരുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ വെർട്ടിക്കൽ റിംഗിൾസ് കാണാൻ പറ്റും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൊട്ട് കീഴ്പോട്ടുള്ള വലിയ ചക്രവർത്തിമാരുടെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മതി, ആ റിംഗിൾസ് കൃത്യമായി കാണാൻ പറ്റും. അതായത് പാമ്പാടി തിരുമേനി തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അദ്ദേഹം ആ എൻഡ് കാണുന്നവരെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ വലിയ മനസ്സാന്നിധ്യം അത് റിംഗിൾസിൽ കാണിക്കുന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ പുരികം നല്ല കട്ടിയുള്ള പുരികമായിരുന്നു. ഷെല്ലിയുടെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഓസിമാൻഡിയാസ് എന്നാണ് കവിത. 66 അടി പൊക്കമുള്ള ഈജിപ്തിലെ ഫറോ രാജാവ് രാംസിന്റെ പ്രതിമ ഇങ്ങനെ താഴെ നിന്ന് കിടക്കുകയാണ്. ആ പ്രതിമയെ കണ്ട ശേഷം ഷെല്ലി ഓസിമാൻഡിയാസിൽ എഴുതുകയാണ്, His deep eyebrow shows that he was a man of great dynasty. കട്ടിയുള്ള പുരികങ്ങൾ ആ ആൾ ഉറച്ച തീരുമാനമെടുക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ പ്രത്യേകതയുള്ള കണ്ണാണ്. മുഖശാസ്ത്രത്തിൽ ജീനിയസ് ഐ എന്ന് പറയുന്ന കണ്ണാണ്. പ്ലേറ്റോ സോക്രട്ടീസിനെ പറ്റി പറയുകയാണ്, His eyes were in deep sockets, but within that socket it used to bulge out like a ball എന്നാണ്. വലിയ ഫിലോസഫേഴ്സിന്, വലിയ ചിന്തകന്മാർ, ബുദ്ധിയുള്ളവർ, ജീനിയസുകൾക്കുള്ള പ്രത്യേകത അവരുടെ കണ്ണുകൾ ഇങ്ങനെ ആഴമുള്ള കുഴികൾക്കകത്തായിരിക്കും. അവിടെ ഉണ്ട കണ്ണുകൾ ഇങ്ങനെ തന്നിരിക്കും, വൈഡ് ഓപ്പൺ ഐസ്. പാമ്പാടിത്തിരുമേനിയുടെ കണ്ണുകളോട് നോക്കിയാൽ ആഴമുള്ള കുഴികൾക്കകത്ത് വളരെ ചിന്തോദ്യൂപകമായ ഉരുണ്ട കണ്ണുകളിങ്ങനെ നിൽക്കുകയാണ്. റൗണ്ട് ഐസ്, പെനിട്രേറ്റിംഗ് ഐസ്. അത് പ്ലേറ്റോ സോക്രട്ടീസിന്റെ മുഖത്ത് കണ്ട പ്രത്യേകത. അതുപോലെ ഒരു പ്രത്യേകതയാണ് പാമ്പാടിത്തിരുമേനിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുക. പാമ്പാടിത്തിരുമേനിയുടെ മൂക്ക് അതിലും ശ്രദ്ധേയമാണ്. വളരെ നീണ്ട മൂക്ക്, അക്വലൈൻ നോസ് എന്ന് പറയുന്ന മൂക്കാണ്. അക്വലൈൻ നോസിനെ പറ്റി ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് കോളറിഡ്ജ്. ST കോളറിഡ്ജ്, ഇംഗ്ലീഷ് കവി, അദ്ദേഹം പറയുകയാണ്, Nose is the index of your willpower and the rudder of your face. ഒരാളിന്റെ വിൽ പവറിന്റെ അളവ് പോലാണ് മൂക്കിന്റെ ടോട്ടൽ ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് മുഖത്തിന് ഷേപ്പ് നൽകുന്ന കപ്പലിന് റഡർ പോലെയാണ് മുഖത്തെ മൂക്ക് എന്ന് പറയുന്നത്. ആ കോളറിഡ്ജ് പറയുന്ന ആ മൂക്കിന്റെ മഹനീയമായ വിൽ പവർ പാമ്പാടിത്തിരുമേനിയുടെ മുഖത്ത് കൃത്യമായി കാണാൻ പറ്റും. ആ മൂക്കിന്റെ അറ്റം മുഖശാസ്ത്രപ്രകാരം ജസ്റ്റാൾട്ട് എന്ന വിശ്വപ്രസിദ്ധനായ വെസ്റ്റ് ജർമ്മൻ മനഃശാസ്ത്രത്തിൽ പറയുന്നു, ബോൾ ടിപ്ഡ് നോസ്, മുഖത്തിന്റെ അറ്റം, മൂക്കിന്റെ അറ്റം കൂർത്തിരിക്കാതെ ഉണ്ണിച്ചിരിക്കുക. ബോൾ ടിപ്ഡ് നോസ് അങ്ങനെയുള്ളവർക്ക് ആരോടും ഒന്നും വേദനിപ്പിച്ച്
ചെയ്യാനോ പറയാനോ കഴിയില്ല. എല്ലാവരോടും വളരെ സഹൃദയത്തോടുകൂടി പെരുമാറുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു മനസ്ഥിതി അങ്ങനെയുള്ളവർക്കുണ്ടാവും. ബോൾട്ടിപ്നോസ് നമ്മുടെ മുഖ്യമന്ത്രി ഞാനുണ്ടല്ലോ ബോൾട്ടിപ്നോസ് ആദ്യം 5,000 15,000 എഴുതി കൊടുത്തേക്ക്. അതാണ് ബോൾട്ടിപ്നോസിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഉണ്ടനോസ്. പ്രമാണത്തിനാണ് മൂക്ക് വന്ന് നിൽക്കുന്നത് ഒരു വലിയ ബോൾ മാസ് ഓഫ് ഫ്ലഷ്. അങ്ങനെയുള്ള മൂക്കുള്ള ആളുകളുടെ പ്രത്യേകത അവരെ ആരെയെല്ലാം കണ്ടുമുട്ടുന്നു അവരെല്ലാം സഹായിക്കാനല്ലാതെ ആരെയും ഉപദ്രവിക്കാൻ അങ്ങനെയുള്ള ആൾ കഴിയും. ഇങ്ങനെ ജസ്റ്റാർട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ പറയുന്ന നിരവധി ഗുണങ്ങൾ ഒത്തുചേർന്ന ആരെയും ആകർഷിക്കണം ഒരു മുഖവും ഒരു ശരീരവും പാമ്പാട്ടത്തിനാണ് പ്രത്യേകത. തിരുമേനിയാവാൻ വേണ്ടി പരിശുദ്ധനാവാൻ വേണ്ടി ജനിച്ച ആൾ എന്ന് കൃത്യമായി കണ്ടാൽ പറയാൻ പറ്റും. അവിടെയാണ് പാമ്പാടി തിരുമേനിയുടെ പ്രസിദ്ധമായ പ്രത്യേകത. പാമ്പാടി തിരുമേനി പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സാധിച്ച ഒരാളാണ്. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആളിന് കുറെ അത്ഭുതങ്ങൾ ഉണ്ടാവും സ്വന്തം ശരീരത്തിൽ. മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറേയേറെ അത്ഭുതങ്ങൾ ഉണ്ടാവും. ഇത് വൈദ്യശാസ്ത്രം അസന്നിഗ്ധമായി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അമേരിക്കയിലെ നിരീശ്വരവിശ്വാസികൾ ഉൾപ്പെട്ട ഡോക്ടർമാരും എഞ്ചിനീയർമാരും മനഃശാസ്ത്രജ്ഞന്മാരും 13 പേര് കൂടി ഒരു ഗവേഷണ സംഘം ഉണ്ടാക്കി പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ആ ഗവേഷണ സംഘം എഴുതിയ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് പ്രേയർ ക്യാൻ ഡു വണ്ടേഴ്സ്. ഇതിലൊരു ഒരച്ഛനും മന്ത്രം എഴുതിയ പുസ്തകമല്ല, ശാസ്ത്രജ്ഞന്മാരെഴുതിയ പുസ്തകം, ശാസ്ത്രീയമായി പഠിച്ച ശേഷം. അവർ പറയുന്നത് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ചില കെമിസ്ട്രി വർക്ക് ചെയ്യും. തലച്ചോറിനകത്ത് നടക്കുന്ന 2 അത്ഭുതങ്ങളാണ്. ഒരു മനുഷ്യന് പ്ലഷർ ഫീലിംഗ് എന്ന് പറയുന്ന സന്തോഷം കിട്ടുന്ന അനുഭവം തോന്നുന്നത് അവന്റെ തലച്ചോറിൽ ഡോപ്പാമീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അളവ് കൂടുമ്പോഴാണ്. അത് കൂടുമ്പോൾ ഒരാൾക്ക് സന്തോഷം ഉണ്ടാകും, അത് കുറയുമ്പോൾ ഒരാൾക്ക് സന്തോഷം കുറയും. നിങ്ങൾ ഈ ചോക്ലേറ്റും കാഡ്ബറീസും കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവം, ഈ ചോക്ലേറ്റും കാഡ്ബറീസിലുള്ള ഒരു കോമ്പൗണ്ട് തലച്ചോറിനകത്ത് ഈ ഡോപ്പാമിൻ അളവ് കൂട്ടുന്നതാണ്. അതുകൊണ്ട് പിള്ളേരെ കയ്യിലെടുക്കാൻ ഒരു ചോക്ലേറ്റ് കൊടുത്തത് ആ പിള്ളേർ അത് തിന്നു കഴിഞ്ഞിട്ട് അങ്കിളിനെ ഈ അങ്കിൾ നല്ല അങ്കിളാണെന്ന് തോന്നി. ആ അങ്കിളിനോട് വലിയ ആന്റിയോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഇത് തിന്നു കഴിയുമ്പോൾ തലച്ചോറിന്റെ ഡോപ്പാമിന്റെ അളവ് കൂടുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് തലച്ചോറിനകത്ത് ഈ ഡോപ്പാമിന്റെ അളവ് വർദ്ധിക്കുന്നു. ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്നു. ഒരാളിന് ഡു ഗുഡ് ഫീലിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷില്, അതായത് എല്ലാം ശരിയാണ് സന്തോഷമാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിനകത്ത് സെറോട്ടോണിൻ ഓട്ടോമാറ്റിക്കലി അതിന്റെ അളവ് വർദ്ധിക്കുന്നു. അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി എഴുതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നലങ്ങ് ജനിക്കുക. അവിടെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ആ ആളുടെ ശരീരത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവം അവന്റെ അഡ്രിനാലിൻ ഗ്ലാൻഡിൽ സംഭവിക്കുന്ന സംഭവമാണ്. ഒരാൾ ക്രൈസിസിലാണെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ആളിന്റെ അഡ്രിനാലിനോടെ തന്നെ ഈ അഡ്രിനൽ ഗ്ലാൻസ് അവിടെ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് എക്സസ് ആകുമ്പോൾ ബ്ലഡ് പ്രഷർ ഉണ്ടാവും. അത് എക്സസ് ആകുമ്പോൾ ആകെ വേർക്കും, ആകെ പ്രശ്നമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അഡ്രിനൽ ഗ്ലാൻസ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവുകയാണ്. എക്സസ് പ്രൊഡക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ പോലും, BP പേഷ്യന്റ് ആണെങ്കിൽ പോലും ആ BP ഇഞ്ചക്ട് ചെയ്യുന്ന അഡ്രിനൽ ഹോർമോൺ റെഗുലറായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങും. 4മതായി മനുഷ്യന്റെ കുടലിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് എക്സസ് ആയി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിന് വയറ്റിലാകെ ഗ്യാസ് ഉണ്ടാവും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗ്യാസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ പിന്നെ ശ്വാസം വിവാഹ പ്രശ്നമാണ്. ഈ ഹൈഡ്രോക്ലോറിക് അളവ് കൂടിക്കഴിഞ്ഞാൽ പെപ്റ്റിക് അൾസർ എന്ന ആൾസർ ഉണ്ടാകും. കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി അതിനകത്ത് കിഴുത്തകൾ വീണ് ഭയങ്കര വയറുവേദനയും പിന്നെ ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗം പെപ്റ്റിക് അൾസർ ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ വയറിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡക്ഷൻ കാര്യമായി കുറയും, നോർമലൈസ് ചെയ്യും. ഗ്യാസ്ട്രോൾ ഉണ്ടാവില്ല, അവൻ പെപ്റ്റിക് അൾസർ ഉണ്ടാവില്ല, അവൻ വളരെ ശാന്തനായ വ്യക്തിയെ തീരും. കുടൽ രോഗങ്ങൾ, കോളൻ ക്യാൻസർ ഉൾപ്പെടെ വരാനുള്ള സാധ്യത കുറയുകയാണ്. ഒരാൾ ഭയങ്കരമായി കീഴ്ശ്വാസം കിട്ടാൻ അർത്ഥം അവന് പ്രാർത്ഥിക്കാത്തവനാണെന്നുള്ളതാണ്. കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡക്ഷൻ എക്സസ് ആകുമ്പോഴാണ് ഗ്യാസ് ട്രബിൾ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.
വളരെ ശ്രദ്ധേയമായ ശാസ്ത്രം കണ്ടുപിടിച്ചിരുന്ന സംഭവമാണ്. രോഗപ്രതിരോധ ശക്തി പ്രാർത്ഥിക്കുന്ന ആളിന് കൂടുന്നു, പക്ഷെ പ്രാർത്ഥിക്കാത്ത ആളിന് രോഗപ്രതിരോധ ശക്തി കുറയുന്നു. ഇതൊക്കെ ശാസ്ത്ര കണ്ടുപിടിച്ചുകളാണ്. പാമ്പാടി തിരുമേനി തന്റെ ജീവിതത്തിൽ സ്വയം പ്രാർത്ഥിക്കുകയും തന്നോട് ബന്ധപ്പെട്ട ആളുകളിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയും ചെയ്തതോടുകൂടി തന്നെ രോഗങ്ങൾ ഉണ്ടാകാമായിരുന്ന നിരവധി പേർക്ക് രോഗമുണ്ടാവാതെ നോർമലായി ദീർഘായുസോടുകൂടി ജീവിച്ചിരിക്കാൻ പാമ്പാടി തിരുമേനി കാരണമായി എന്ന് ശാസ്ത്രം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആരോഗ്യം വർദ്ധിക്കും. ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആരോഗ്യം വർദ്ധിക്കുക? ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിന് 3 കാരണം. ഒന്ന്, ഈ പ്രാർത്ഥനയുടെ ഭാഗമായി വ്യായാമം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഹൈന്ദവ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ സൂര്യനെ നോക്കി സൂര്യ നമസ്കാരം 32 വ്യായാമങ്ങളാണ് സൂര്യ നമസ്കാരം. ശരിക്കും 3 തവണ ചെയ്താൽ വ്യായാമം കിട്ടാത്ത ഒരു മസിലും ഉണ്ടാവില്ല, ഒരു ഞരമ്പും ഉണ്ടാവില്ല, ഒരു സന്ധിബന്ധം ഉണ്ടാവില്ല. മനുഷ്യ ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. മുസ്ലിങ്ങളാണല്ലോ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ മുട്ടുകുത്തി നെറ്റി കൊണ്ടും തറയിലിടിക്കുക. അങ്ങനെ ഒരു നേരം 5 തവണ, ഒരു ദിവസം 5 നേരം 25 തവണയാണ് ഈ മുട്ടുകുത്തി നെറ്റി കൊണ്ടും തറയിലിരിക്കുന്നത്. നല്ലൊരു എക്സസൈസാണ്. ആ എക്സസൈസിന്റെ ഭാഗമായി 2 പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, തലച്ചോറിന്റെ അകത്ത് ബ്ലഡ് സപ്ലൈ കൂടും. നമ്മളിങ്ങനെ നേരെ നടത്തുമ്പോൾ ഹൃദയം ഇവിടെ ഇരിക്കുകയാണ്, തലച്ചോറ് മുകളിലാണ്. ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന മുഴുവൻ രക്തം തലച്ചോറോട് കയറത്തില്ല, കാലിലോട്ടാണ് രക്തം പോകുന്നത്. നമ്മൾ കുമ്പിട്ട് കഴിയുമ്പോൾ ഹൃദയം മുകളിലും തലച്ചോറ് താഴെയാണ്. പമ്പ് ചെയ്യുന്ന ബ്ലഡ് നേരെ തലച്ചോറോട് കയറും. നമുക്ക് ആരോഗ്യം കൂടും, ബുദ്ധിശക്തി കൂടും. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ അച്ഛന്മാർ നമ്മളെ കൊണ്ട് 50 തവണയാണ് കുമ്പിടിക്കുന്നത്. 50 തവണ ശരിക്കും ഒരു അച്ഛൻ കുമ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലുള്ള ആളുകൾക്കെല്ലാം അസാമാന്യ ബുദ്ധിയായിരിക്കും. കാരണം തലച്ചോറിന് ഇഷ്ടംപോലെ ബ്ലഡ് കയറി നല്ല ബുദ്ധിയോടുകൂടി ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നമ്മൾ അറിയില്ല. ഇനി ഈ നട്ടലിന് ഏറ്റവും വലിയ ചികിത്സയാണ് കുമ്പിട്ടാരാധന എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യന് കുമ്പിടണമെങ്കിൽ അവന്റെ നട്ടല് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. കംപ്ലീറ്റ് ഇങ്ങനെ വളർന്നെങ്കിലേ അവന്റെ തല ഒന്ന് തറയിൽ മുട്ടുകുത്തി തല കൊണ്ട് തറയിൽ നിൽക്കാൻ പറ്റും. അപ്പൊ പല ആളുകൾക്കും കുറച്ച് പകുതി കഴിയുമ്പോൾ നടുവേദന, സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് പ്രൊലാപ്സ് ഇങ്ങനെ രോഗങ്ങൾ. കുമ്പിട്ട് ആരാധിക്കുന്ന ഒരുത്തരം ഡിസ്ക് പ്രൊലാപ്സ് മതിയല്ല, സ്പോണ്ടിലൈറ്റിസ് മതിയല്ല, നടുവേദന ഉണ്ടാവില്ല. കാരണം അവന്റെ നട്ടൽ ഇങ്ങനെ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തിട്ടാണ് മുട്ടുകുത്തിക്കുന്നത്. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ക്രിസ്ത്യാനികളുടെ കുർബാനയ്ക്ക് വന്നാലോ ഭയങ്കര എക്സസൈസാണ്. ഇടയ്ക്ക് അച്ഛൻ എന്ന് പറയും, പിന്നെ നമ്മളെന്ന് പറയും, പിന്നെ നമ്മളെ മുട്ടുകുത്തിക്കും, പിന്നെ നമ്മൾ എഴുന്നേക്കും, പിന്നെ നമ്മളെ ഇരുത്തും, പിന്നെ നമ്മൾ എഴുന്നേക്കും, പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരും, നമ്മളെ പോകും. അങ്ങനെ അനുക്രമമായ എക്സസൈസാണ്. നമ്മളെക്കാൾ എക്സസൈസാണ് അച്ഛൻ. അച്ഛനെ 3 തവണ ഇങ്ങനെ കറക്കും കുർബാനയ്ക്കിടയിൽ. പിന്നെ ധൂപിട്ടിക്കകത്ത് ധൂപ് ഇടാൻ വേണ്ടി അച്ഛനെ തിരിക്കും, പിന്നെ അച്ഛനെ തിരിച്ചു കൊണ്ടുപോകും. എത്ര എക്സസൈസ് നമ്മുടെ അച്ഛൻ. അങ്ങനെ 1 മണിക്കൂർ നമ്മളെ കണ്ടിന്യൂസ് എക്സസൈസാണ് വിശുദ്ധ കുർബാനയുടെ മധ്യം. അതിനിടയ്ക്ക് അച്ഛൻ പോയി പ്രാർത്ഥിക്കാൻ നമ്മൾ തലവേണക്കാം, അപ്പോൾ തലവിളിക്കുക. അത് ഈ കഴുക്കുന്ന എക്സസൈസാണ് ഇങ്ങനെ തലവിളിക്കുക. അങ്ങനെ പള്ളി കുർബാനയുടെ 3 നമ്മൾ തലവിളിക്കും. അങ്ങനെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എക്സസൈസാണ്. സരസനായ ഒരു മലയാളി പറഞ്ഞു, ക്രിസ്ത്യാനിയുടെ കുർബാന നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ആദ്യ അവസാനം ഈ കണ്ടിന്യൂസ് എക്സസൈസാണ്, ഉറങ്ങാൻ പറ്റാതെ. അതൊരു നല്ല പരിപാടിയാണ്. ഏതാ അപ്പൊ അത് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി വ്യായാമം കൂട്ടിവെച്ചിരിക്കുകയാണ്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലത് എന്ന് ശാസ്ത്രജ്ഞനാണ്. രണ്ടാമതായി ഈ പ്രാർത്ഥനയുടെ ഭാഗമായി നൊയമ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നൊയമ്പ് 365 ദിവസമുള്ള ഒരു വർഷം ഹിന്ദുക്കൾക്ക് 52 ആഴ്ച നോയമ്പ്, നവരാത്രിയുടെ നോയമ്പ്, ശിവരാത്രിയുടെ നോയമ്പ്, ദീപാവലിയുടെ നോയമ്പ് എല്ലാം കൂടെ 101 ദിവസമാണ് ഹിന്ദുക്കൾക്ക് നോയമ്പ്. മുസ്ലിങ്ങൾക്ക് 52 വെള്ളിയാഴ്ച നോയമ്പ്, പിന്നെ വലിയ നോയമ്പ്, ചെറിയ നോയമ്പ്, റംസാൻ നോയമ്പ് ഉൾപ്പെടെയുള്ള നോയമ്പുകൾ എല്ലാം കൂടി മുസ്ലിങ്ങൾക്ക് 101 ദിവസം നോയമ്പ്. ക്രിസ്ത്യാനിക്ക് 3 നോയമ്പ്, 8 നോയമ്പ്, 15 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പ്. കത്തോലിക്കർക്കെല്ലാം കൂടെ 101. ഓർത്തഡോക്സാർക്ക് 8 നോയമ്പ് 13ആണ്. ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സാർക്കാണ് നോയമ്പ് 106 ദിവസം കാണുന്നത്. അപ്പൊ ഇങ്ങനെ നോയമ്പ് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അതിഭയങ്കരമായി വർദ്ധിക്കുകയാണ്. കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യനെ ദൈവം ഭൂമി സൃഷ്ടിച്ചത് സസ്യബുക്കായിട്ട്. അതിന് ശാസ്ത്രം 2-3 തെളിവ് പറയുന്നത്. സസ്യബുക്കയുടെ വയർ അസദിക്കാൻ, മാംസബുക്കയുടെ വയർ ആൽക്കലൈനാണ്, മനുഷ്യന്റെ വയർ അസദിക്കാൻ. അതിന്റെ അർത്ഥം മനുഷ്യൻ സസ്യബുക്കാണ്. പരിണാമസഞ്ചരിയിൽ മനുഷ്യന് മുമ്പുള്ള എലി, കുട്ടിത്തേവ, കുരങ്ങൻ, മനുഷ്യക്കണ്ണൻ എല്ലാം സസ്യബുക്കുകളാണ്. വല്ല
ലാസ്റ്റ് പ്രോഡക്റ്റ് മനുഷ്യൻ മാംസഭുക്കാരൻ പറ്റില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന 99% മൃഗങ്ങൾ സസ്യഭുക്കുകളാണ്. ആടിനെ പോലെ ചില എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു പ്രസവത്തിൽ 3-4 കുട്ടികൾ ഉണ്ടാകുന്ന മൃഗങ്ങൾ സിംഹം, കടുവ, പുലി, പട്ടി, പൂച്ച ഇതൊക്കെയാണ് മാംസഭുക്കുകൾ. മനുഷ്യൻ ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ സസ്യഭുക്കാണ് എന്ന് പറഞ്ഞാൽ ഇരട്ട വരുന്നവരെല്ലാം മാംസഭുക്കാണെന്ന് അർത്ഥം. നോർമൽ സയൻസ് റൂൾ പറഞ്ഞുള്ളത്. അപ്പൊ ഈ 3 നിയമപ്രകാരം സസ്യഭുക്കായ മനുഷ്യൻ കാട്ടിൽ ജീവിച്ച കാലത്ത് മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്ന് പതുക്കെ നമ്മൾ ഇറച്ചി കൂട്ടി പഠിച്ചു പോയി. ഇവിടെയാണ് അപകടം പറ്റിയത്. കേരള ക്രിസ്ത്യാനി ഉദയപൂർ സുഗതോസ് വരെ സസ്യബുക്കുകളായിരുന്നു. ഉദയപൂർസിന്റെ കാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാർ നമ്മളോട് ഇറച്ചി തിന്നാൻ പറഞ്ഞു. നമ്മുടെ അപ്പന്മാർ ഒക്കത്തില്ലാന്ന് പറഞ്ഞു. പള്ളി അടച്ച് ചാട്ടവാറം കൊണ്ട് പോർച്ചുഗീസുകാരെത്തി. എന്നിട്ട് 4 അച്ഛന്മാരൊക്കത്തില്ലാന്ന് പറഞ്ഞു. 4 അച്ഛന്മാരെ മേശയുടെ കാലെ കെട്ടിയിട്ട് അടിച്ചു. അതിനുശേഷമാണ് ഇറച്ചി തീറ്റിച്ചത്. തിന്നു കഴിഞ്ഞപ്പോൾ അപ്പന്മാർക്ക് മനസ്സിലായി ഉഗ്രൻ സാധനം, ഇനി ഇത് കളയാൻ പാടില്ല. അതുകൊണ്ട് നസ്രാണിയുടെ വായിൽ ഇറച്ചി ജനലിലേക്ക് ഒരു ചോറ് ഇറങ്ങിയേക്കും. ഈ ചാട്ടാവാറ കിട്ടിയ ശേഷം ഇറച്ചി അച്ഛന്മാർക്ക് മനസ്സിലായി സംഗതി ഉഗ്രൻ സാധനമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇറച്ചി ഫാറ്റ് ഒന്നും ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സെർവൽ സ്ട്രോക്ക് ഉൾപ്പെടെ രോഗങ്ങൾ വന്ന് മനുഷ്യൻ മരിക്കും, നേരത്തെ മരിക്കും. എല്ലാ മതങ്ങൾക്കും ചില മൃഗങ്ങൾ നിശ്ചിതമാണ്. ഹിന്ദുക്കൾ ഗോമാതാവിനെ തിന്നാൻ വയ്യ, മുസ്ലിങ്ങൾക്ക് പന്നി, അങ്ങനെ ഒരുപാട് തിന്നാൻ വയ്യ. ക്രിസ്ത്യാനികളുടെ ഭാഗ്യത്തിൽ പത്രോസിന്റെ പട്ടിണി കിടക്കുന്ന സ്വപ്നങ്ങൾ, ആകാശത്തിൽ വലിയ ബാസ്കറ്റ് ഇറങ്ങിയ ഒരുപാട് മൃഗങ്ങൾ എല്ലാത്തിനെയും ഭക്ഷിച്ചോളി താല്പര്യം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പട്ടിയിൽ നിന്ന്, പൂച്ചയിൽ നിന്ന്, പന്നിയിൽ നിന്ന്, കാടിനെ നിന്ന്, കഴുകിൽ നിന്ന്, സ്ലാവിനെ നിന്ന്, ആനയിൽ നിന്ന്, ഇന്ത്യനെ തിന്നത്. അപ്പൊ ലോകത്തുള്ള എല്ലാത്തിനും നിന്ന് ക്രിസ്ത്യാനി ആദ്യം ചാവും, സംശയത്തിനുണ്ടാകും. അപ്പോ ഇവനെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മുടെ സഭാപിതാക്കന്മാർ പ്രാർത്ഥനയുടെ ഭാഗമായി 360 ദിവസമുള്ളതിൽ 106 ദിവസം നമ്മളെ ഇറച്ചി മാംസാഹാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. ഇത് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പാക്കിയ ഒരു തിരുമേനിയായിരുന്നു പരമ തിരുമേനി, പാമ്പാടി തിരുമേനി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വളരെ നിഷ്കർഷയോടുകൂടി ആഹാരം ശാസ്ത്രീയമായി കഴിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായി അദ്ദേഹം തന്റെ വിശ്വാസികളെ ഈ അമിത മാംസാഹാരത്തിൽ നിന്ന് ഒഴിവാക്കി. പള്ളിയിൽ ഒരു കുടുംബക്കാരുടെ ഗ്രൂപ്പുകാരൊന്ന് വഴക്കുണ്ടാക്കിയാൽ പാമ്പാടി തിരുമേനി പള്ളി ഒന്ന് പറയും, നിങ്ങൾ യോജിക്കുന്നവരെ ഞാൻ പട്ടിണി ഇരിക്കാൻ പോകുന്ന പള്ളിയിൽ തന്നെ ഇരുന്ന് പട്ടിണി നിന്ന് പ്രവർത്തിച്ചത്. അപ്പൊ തിരുമേനി പട്ടിണി ഇരിക്കുന്ന കണ്ടിട്ട് ആളുകളെല്ലാം യോജിപ്പിലെത്തി, ഒരു കുഴപ്പമില്ലാതെ പോകും. അപ്പൊ നമ്മളെ യോജിപ്പിക്കാനാണ് തിരുമേനി ചെയ്തത്. പക്ഷെ വളരെ വലിയൊരു സക്സസ്ഫുൾ സ്റ്റോറിയാണ്. മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടക്കുന്ന അതേ സമയത്ത് പാമ്പാടി തിരുമേനി നിരവധി സത്യാഗ്രഹം നടത്തി ക്രിസ്ത്യാനികളെ നേരെ പഠിപ്പിക്കാൻ വേണ്ടി. ഓർത്തഡോക്സുകാരെ നേരെ വടക്കില്ലാതെ പള്ളിക്കാരൊന്നും നടത്താൻ വേണ്ടി. ഇതൊരു ശാസ്ത്രീയമായ സംഭവമാണ്. ഇതൊരു ദിവ്യനായ ഒരു മനുഷ്യനായതുകൊണ്ട് വളരെ ശാസ്ത്രീയമായി അത് ചെയ്തതെന്ന് മാത്രമാണ്. ഇനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന യാമങ്ങളനുസരിച്ചിട്ടാണ്. നമുക്ക് 4:30, 7:30 നമസ്കാരം, 2:30 നമസ്കാരം, 9:30 നമസ്കാരം, 12 നമസ്കാരം, 22 നമസ്കാരം. എന്തിനാണ് ഈ ആരോഗ്യം 7 8 കൂടായിരുന്നു? ഓക്കെ. കാരണം മനുഷ്യന് ബയോളജിക്കൽ ക്ലോക്ക് 7 എണ്ണമാണ്. 24 മണിക്കൂറിന് ദൈവം 7 ബയോളജിക്കൽ ക്ലോക്കായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന ടേണിംഗ് മൊമെന്റിലാണ് സുറിയാനി പിതാക്കന്മാർ ഓരോ പ്രാർത്ഥനയും ഫിക്സ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് കൃത്യമായി പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ബോഡിയെ സ്പിരിച്വലാക്കി ഉപയോഗിക്കാൻ പറ്റിയാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് വലിയ ആരോഗ്യം കിട്ടുന്ന സംഗതിയാണ്. സാധാരണക്കാരന് പറ്റിയ പാമ്പാടി തിരുമേനി വളരെ നിഷ്കർഷയോടുകൂടി ഈ 7 സൂര്യാന നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുകയും അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തയ്യാറാക്കാരൻ വിശ്വാസത്തെ പഠിപ്പിക്കുകയും അത് ജീവിതചര്യയാക്കി മാറ്റുകയും ചെയ്തു. ആരൊക്കെ അത് പാലിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ആരോഗ്യമുണ്ടായി, അവരുടെ ജീവിതത്തിൽ മെഡിക്കൽ മിറക്കിൾസ് ഉണ്ടായി, അവർക്കൊക്കെ ദീർഘായുസ് ഉണ്ടായി. തിരുമേനി വളരെ ശാസ്ത്രീയമായി ചെയ്തതാണ്. അവിടെ പ്രാർത്ഥന പ്രചരിപ്പിക്കുകയും പ്രാർത്ഥന വിശ്വാസത്തെ കൊണ്ട് ആചരിപ്പിക്കുകയും ചെയ്തപ്പോൾ തന്നെ തിരുമേനി വരുത്തിയ അത്ഭുതങ്ങൾ ഒക്കാടിയപ്പെട്ടില്ല. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. രണ്ടാമതായി പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കിട്ടുന്നത് അവരുടെ ബുദ്ധി വികസിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധി വികസിക്കുന്നു. എന്താണ് ഈ ബുദ്ധി വികസിക്കാനുള്ള കാരണം? ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവർ 16 ദിശകളിലോട്ട് കുട്ടികളെ തിരിച്ചിരുത്തി. എന്നിട്ട് അവരുടെ മാർക്ക് ടാബ്ലേറ്റ് ആണ് 6 മാസങ്ങൾ 6 മന്തിലെ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരുന്ന കുട്ടികളുടെ മാർക്ക് 15% വരെ താപ്പോട്ട് പോയി. എന്നാൽ കിഴക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് 15% വരെ മേൽപോട്ട് പോയി.
അമേരിക്കൻ ശാസ്ത്രജ്ഞർ തലച്ചോറ് ഇങ്ങനെ ഒരു സ്വഭാവം. പക്ഷെ ഭാരതത്തിൽ ഋഷിവര്യന്മാർ ഇത് പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ദക്ഷിണ ദിശ മൃത്യു ദിശ, സദേൺ ഡയറക്ഷൻ മരണമെന്ന ഡയറക്ഷനാണ്. പൂർവ്വ ദിശ ജ്ഞാന ദിശ, കിഴക്കിന്റെ ഡയറക്ഷൻ ജ്ഞാനം വരുന്ന ഡയറക്ഷനാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ പ്രസിദ്ധമായ ആപ്തവാക്യം വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ്, കിഴക്ക് നിന്ന് വിസ്ഡം വരുന്നതാണ്. ഇതിന്റെ ഫിസിക്സ് ശാസ്ത്രജ്ഞർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ട്, മാഗ്നറ്റിക് സൗത്ത് പോൾ ഉണ്ട്. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ജോഗ്രാഫിക് സൗത്ത് പോൾ ഉണ്ട്, മാഗ്നറ്റിക് സൗത്ത് പോൾ ജോഗ്രാഫിക് നോർത്ത് പോളിലുണ്ട്. പക്ഷേ മസ്കോയാൻസിലാണ് മാഗ്നറ്റിക് നമ്മുടെ പോളിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ നെറ്റിയുടെ നേരെ ഫ്രണ്ടിലാണ്, മാഗ്നറ്റിക് സൗത്ത് പോൾ തലച്ചോറിന് നേരെ പോളിലാണ്. മനുഷ്യൻ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിന്റെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഒരേ ദിശയിൽ വരും. ലൈക്ക് പോൾസ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഇതാണ് ഫിസിക്സ്. അപ്പോൾ ഭൂമിയുടെ കാന്തമണ്ഡലം മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ക്ഷയിപ്പിക്കുന്നു. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് പോളും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളും പെർപെൻഡിക്കുലർ ആവും. അപ്പോൾ തിയറി ഓഫ് ഡയറക്ഷൻസ് അനുസരിച്ച് മനുഷ്യന്റെ തലച്ചോറിന് ബുദ്ധി വികസിക്കും. ഇതാണ് സാരം. അപ്പൊ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ടാണ്. ക്രിസ്ത്യാനികളുടെ മുഴുവൻ പള്ളികളും കിഴക്കോട്ടാണ്. അതിന് ന്യായം പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വരവിൽ കർത്താവ് ഇങ്ങനെ കിഴക്കും വരും എന്നൊക്കെ ഒരു ന്യായമുണ്ട് വേദപുസ്തകത്തിനകത്ത്. പക്ഷെ അതിനകത്തൊരു സയൻസ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കിഴക്കോട്ട് ഫോട്ടോസൊക്കെ വെച്ച് മെഴുകുതിരി കത്തിക്കാനുള്ള വിളക്കൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പൊ എത്ര സമയം നമ്മൾ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നോ അത്രയും സമയം നമ്മുടെ ബുദ്ധിശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സമയം നമ്മൾ പള്ളിയിൽ വന്ന് കിഴക്കോട്ട് തന്നെ മക്കളാട് നേരെ നിന്ന് പ്രാർത്ഥിക്കുന്നോ അത്രയും സമയം നമ്മുടെ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പാടിയിൽ സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥന നടപ്പാക്കുകയും വിശ്വാസികളെ മുഴുവൻ കൂടുതൽ സമയം കിഴക്കോട്ടെത്തി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. അത്രയും സമയം നമ്മുടെ ബുദ്ധി കൂടിക്കൊണ്ടിരുന്നു. ഇനി വേറൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അൽമാർ 7 നേരം പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ അച്ഛന്മാർ 9 തവണ പ്രാർത്ഥിക്കണം. 2 നേരം എക്സസ് പ്രാർത്ഥിക്കണം. എന്തിനാണ് ഈ അച്ഛന്മാർ 2 തവണ എക്സസ് പ്രാർത്ഥിക്കുന്നത് അറിയാം? നമ്മൾ കിഴക്കോട് നിന്ന് പ്രാർത്ഥിക്കുന്നു, അച്ഛൻ പടിഞ്ഞാട്ട് നിൽക്കുകയാണ്. നമ്മുടെ ബുദ്ധി കൂടും, അച്ഛൻ ബുദ്ധി കുറയാണ്. അപ്പൊ നമ്മുടെ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാരെ നമുക്ക് ഇങ്ങനെ ത്യാഗം ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പക്ഷെ ഈ അച്ഛൻ പിന്നെ പോയി കിഴക്കോട് തിരിഞ്ഞിരുന്ന് 2 നേരം കൂടി എക്സസ് പ്രാർത്ഥിക്കണം. എങ്കിലും അച്ഛന്റെ ബുദ്ധി പഴയ ലെവലിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാര് അൽമായ 7 നേരവും അച്ഛന്മാർ 9 തവണ പ്രാർത്ഥിക്കണം പറഞ്ഞത്. തിരുമേനി പ്രാർത്ഥനയിലൂടെ പാമ്പാടിയിൽ മാത്രമല്ല തന്റെ മെത്രാസനം വരുന്ന എല്ലാ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലും അത്ഭുതകരമായി പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ ബുദ്ധി വികസിപ്പിച്ചു. അനന്തര തലമുറകൾ കൂടുതൽ ബുദ്ധിയുള്ളവരായി. തിരുമേനി വന്ന കാലത്ത് എത്ര ഗ്രാജുവേറ്റ്സ് ഉണ്ടോ അതിന് 5 ഇരട്ടി ഗ്രാജുവേറ്റ്സ് ആയി തിരുമേനി കാലയവനെയും കുഴൽ മറിഞ്ഞപ്പോഴേ. ആ ഹാബിറ്റ് തുടരുന്ന കുടുംബങ്ങളിൽ PhD-ക്കാർ വലിയ നിലകളുണ്ടായി. അവർക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി, യൂറോപ്പിൽ പോകാൻ പറ്റി, വലിയ നിലകളിലെത്തി. ഇന്നെത്രയോ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ജോലി നോക്കാൻ പറ്റി ആ ഭക്തിപരമായ അന്തരീക്ഷത്തിൽ. വളർത്താൻ പറ്റിയപ്പോൾ അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ബുദ്ധിയെ വികസിപ്പിച്ചത് തിരുമേനി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് തന്ന, നമ്മുടെ മുത്തപ്പന്മാർ കൊടുത്ത് തലമുറകളായി മാറി വന്ന അത്ഭുതകരമായ ഒരു ബുദ്ധി വികാസത്തിന്റെ കഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി മൂന്നാമതായി പ്രാർത്ഥന കിട്ടുന്ന ഗുണം ഓർമ്മശക്തി വർദ്ധിക്കുന്നു എന്നതാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും എടുത്താൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഓർമ്മശക്തി കൂടും. എന്താ കാര്യം എന്നറിയാം? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രാർത്ഥനയുടെ ഭാഗമായി നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ കാണാതെ പഠിക്കും. ഹൈന്ദവ സഹോദരൻ രാവിലെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഉണ്ട്, അല്ലെങ്കിൽ ശിവസഹസ്രനാമ സ്തോത്രം. അവരുടെ ദേവന്റെ 1000 പര്യാവതങ്ങളെടുത്ത് കൂട്ടിക്കണക്കി ഒരൊറ്റ പാട്ടാണ്. ത്രീസാംഗ്യം പതിമതിപദം പ്രസ്ഥാനം തുടങ്ങിയ ശിവസഹസ്രനാമ സ്തോത്രം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ലളിത സഹസ്രനാമ സ്തോത്രം ചൊല്ലി തുടങ്ങിയാൽ അസാമാന്യമായ ഓർമ്മശക്തിയാണ്. എല്ലാ മതക്കാരും കമ്പൽസറിയായ കുറെ പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കാം. ക്രിസ്ത്യാനികൾ ആദ്യം കുർബാനക്രമം കൊണ്ട് പള്ളിയിൽ പോകും, പിന്നെ നമ്മൾ കുർബാനക്രമം കൊണ്ടുവന്ന് നിർത്തും. കാരണം അച്ഛൻ എന്തെല്ലാം പറയുന്നു, അതിന് എന്തൊക്കെ സമയം മറുപടി പറയണമെന്നെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കാണ് തലച്ചോറ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അച്ഛൻ പറയും, ഉടനെ നമ്മൾ പറയും. അച്ഛൻ പുസ്തകം ഇല്ലാതെ കുർബാനെല്ലാം എന്തായാലും അച്ഛന്മാർ കുറവാണ്. പക്ഷെ നമുക്കൊരു പുസ്തകം ഇല്ലാതെ നമുക്ക് കുർബാന
ഈ അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. പക്ഷേ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുന്നതല്ല, 1 മണിക്കൂർ പ്രാർത്ഥന കാണാതെ പഠിച്ച് നമ്മുടെ തലച്ചോറിൽ വെച്ചിരിക്കുക. സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഇരിക്കുമ്പോൾ 65 വരിയുള്ള ഒരു പാട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പാട്ട് എനിക്ക് കാണാതെ അറിയാം. നിദ്ര ഒഴിഞ്ഞിട്ടുണ്ടോ ഞാൻ നിൽക്കാറാകുമ്പോൾ തുല്ലിക്കഴിഞ്ഞാൽ തുടങ്ങിയ 65 വരി വലിപ്പം തുടങ്ങി കഴിഞ്ഞാൽ 65 വരി നമ്മൾ പാടി നിർത്തും. അപ്പോൾ ഒരു 6 വയസ്സുള്ള കുട്ടി 65 ലൈനുള്ള ഒരു പദ്യം കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി അപാരമായി വർദ്ധിക്കുന്നു എന്നർത്ഥം. ഇതാണ് ശാസ്ത്രം. അസാധാരണ ഓർമ്മശക്തിയുള്ള ചിലരുണ്ടായിരുന്നു യൂറോപ്പിൽ. ഒരാൾ റുഡിഗർ ഗാം എന്ന് പറഞ്ഞ ഫ്രഞ്ചുകാരൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു എന്ന് പറഞ്ഞാൽ അയാള് മത്തായിയുടെ സുവിശേഷം ആദ്യം തൊട്ട് അവസാനം വരെ കാണാതെ അങ്ങ് പറയും. ദ ഹോൾ ഗോസ്പൽ 4 സുവിശേഷങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു വേദപുസ്തകം ഇല്ലാതെ ഈ മനുഷ്യൻ കാണാതെ പറയും. അസാധാരണ ഓർമ്മശക്തിയാണ്. പോളണ്ടിൽ പോൾഗാർ സിസ്റ്റേഴ്സിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. 18, 20 അക്കങ്ങൾ 2 അക്കം മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ഒരു പേനായും വേണ്ട, ഒരു ബുക്കും വേണ്ട, തലച്ചോറ് കാൽക്കുലേറ്റ് ഉത്തരവാണ് അടിയിലുള്ളത്. അമേരിക്കൻ ശാസ്ത്രജ്ഞർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ തലച്ചോറ് വർക്ക് ചെയ്യുന്ന മെക്കാനിസം നിങ്ങൾ മരിക്കുമ്പോൾ ഇല്ലാതായി പോകും, ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ സമ്മതിക്കാമെന്ന് ചോദിച്ചു. അവരോട് സമ്മതിക്കാം, തലച്ചോറൊന്നും പറ്റത് അത്ര വന്നു. ഇവരെ വിമാനത്തിൽ കയറ്റി അമേരിക്ക കൊണ്ടുവന്നു. അവിടെ തലച്ചോറ് ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്തു, എന്നിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തു, എന്നിട്ട് ഇവരോട് പെർഫോം ചെയ്യാം. അപ്പോഴാണ് ശാസ്ത്രജ്ഞർക്ക് കാര്യം മനസ്സിലായത്. മനുഷ്യന്റെ തലച്ചോറിലെ 70% മെമ്മറി ഷോർട്ട് ടേം മെമ്മറി എന്നൊരു മെമ്മറിയാണ്. അതായത് ഫോൺ നമ്പർ വേണം, നമ്മൾ ഉടനെ പത്രക്കുള്ള നമ്പർ എടുത്തു, വിളിച്ചു, സംസാരിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്പർ ഓർത്തേക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മറന്നില്ലേ. അങ്ങനെ കുറെ മിനിറ്റ് നേരത്തേക്ക് മാത്രം നമുക്ക് ആവശ്യമുള്ള മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. ദൈവം നമ്പരാൻ നമ്മുടെ തലച്ചോറിൽ 70% ഷോർട്ട് ടൈം മെമ്മറിയാണ്. 70%, 30% മാത്രമേ ലോങ് ടൈം മെമ്മറി. ഈ പോൾഗാർ സിസ്റ്റേഴ്സ് ഗാമം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ചെയ്യുന്ന ഈ പെർഫോമൻസ് ആക്ച്വലി ലോങ് ടൈം മെമ്മറിയാണ്. പക്ഷെ അവർ കൊണ്ടുവച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. എന്നിട്ട് ഒരു പെർഫോം ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി അങ്ങോട്ട് ഞങ്ങൾ സ്വിച്ച് ചെയ്യാം. മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനുഷ്യന്റെ പ്രാർത്ഥന ആക്ച്വലി ലോങ് ടൈം മെമ്മറിയാണ്, മരണം വരെ ഓർത്തിരിക്കേണ്ടതാണ്. പക്ഷെ പ്രാർത്ഥന മനുഷ്യൻ തലച്ചോറ് സ്റ്റോർ ചെയ്യുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. അത് ഇഷ്ടം പോലെ സ്ഥലമുള്ള ഏരിയയിലാണ് ഈ പ്രാർത്ഥന സ്റ്റോർ ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ കൂടുതൽ പ്രാർത്ഥന പഠിക്കുന്ന ഒരാളിന് അയാളുടെ മെമ്മറി പ്രോസസ്സിന്റെ ഒരു സാധാരണക്കാരന്റെ 2-3 ഇരട്ടി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവന്റെ ഓർമ്മശക്തി വർദ്ധിക്കും. ഇത് ശാസ്ത്രീയമായി ശാസ്ത്രജ്ഞർ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ പഠിക്കുന്ന ആളാണ്, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളാണ്, ആ ആളിന് ഓർമ്മശക്തി കൂടും, ബുദ്ധിശക്തി കൂടും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ വിജയപ്രദം. നിങ്ങൾ റാങ്ക് വാങ്ങുന്ന പത്രക്കാർ ഇന്റർവ്യൂ ചെയ്യും, ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി? അവരെല്ലാം തുടങ്ങുന്നതെന്നറിയാമോ? സർവശക്തനായ ഈശ്വരനോട് എനിക്ക് നന്ദി എന്ന് പറയാം. കാരണം അവർ ഈശ്വര വിശ്വാസിയാണ്. എന്റെ ഭാര്യയുടെ ഗ്രാൻഡ് ഫാദർ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഭാര്യയുടെ അച്ഛൻ എഞ്ചിനീയറിംഗ് സർവീസ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എന്റെ ഭാര്യ BA MA ഫസ്റ്റ് റാങ്ക് ആണ്. എന്റെ 3 മക്കളും ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. കാരണം പ്രാർത്ഥന ദിവസവും പ്രാർത്ഥന റെഗുലറായി 2 തലമുറ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ആ റാങ്ക് ഉണ്ടാകുന്നത്. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് റാങ്ക് കിട്ടും. അപ്പൊ പാമ്പാടിത്തിന് വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ നീണ്ട യാമങ്ങൾ പ്രാർത്ഥിക്കുകയും ദേറായുള്ളവരെ മുഴുവൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും തന്റെ മദ്രാസനത്തിൽ എവിടെയെല്ലാം ആളുണ്ടോ അവിടെയൊക്കെ അവർ ചെന്നിട്ട് അവരെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. തദ്ഫലമായി ഓർമ്മശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു വലിയ ജനസമൂഹം ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടായി. പലരും ചർച്ചിരിക്കുന്ന എന്താ വലിയ ബുദ്ധിമാനാണ് ഈ ബുദ്ധിയുടെ ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷം വന്നുകൊണ്ടാണ് ബുദ്ധി ഉണ്ടായതിന്റെ പ്രധാന കാരണം. 4മതായി പ്രാർത്ഥിക്കുമ്പോൾ എത്തുന്ന വലിയ വലിയ സംഭവം എന്ന് ചോദിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന ഭ്രാന്തെന്ന് നമ്മൾ പറയുന്ന സാധനം മുഴുവൻ ഭ്രാന്തല്ല, അബ്നോർമൽ സൈക്കിക് മൈൻഡ്സ് ആണ്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ആൻസൈറ്റി മാഡ്നസ് എന്ന് പറയുന്ന ഒരു സംഗതി. ഉളമ്പാറ ചെല്ലുന്നത് 3 പേര് ഈ ആൻസൈറ്റി മാഡ്നസ് ആണ്. നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാളെ എന്ത് സംഭവിക്കും, എന്റെ മോൻ പഠിച്ചു വരുമ്പോൾ എന്താവും എന്നൊക്കെ ഒരാൾ വെപ്രാളപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആള് ഭ്രാന്തനായിട്ട് കുറച്ച് അബ്നോർമലായിട്ട്. അപ്പൊ ഇതിൽ നിന്ന് ആ ആളിനെ മോചിപ്പിക്കണം. അതിനെന്താ മാർഗം? അതിന്റെ മാർഗം പ്രാർത്ഥന എന്നൊരൊറ്റ മാർഗമാണ്. കർത്താവിനോട് ആളുകൾ ചെന്ന് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പറഞ്ഞ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പം തരണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുള്ളൂ. നാളെ തപ്പവും 2018 അപ്പം ചാവുന്നതിന് തലേദിവസം തപ്പവും തരണേ തമ്പരാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇല്ല, ദിവസം അപ്പം കിട്ടിയ മരണം വരെ അപ്പം കിട്ടി.
ആകാശത്തിലെ പറവകൾ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ സേവിക്കുന്നില്ല. അവരെയൊക്കെ ദൈവം തമ്മിലെ രക്ഷിക്കുന്നുണ്ട്. നീ എന്തിനാ വിട്ടിയും പ്രാർത്ഥിക്കുകയും വറിയടിക്കും. ക്രിസ്തുമതം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വങ്ങളിൽ ഒന്നാണ് വറി ഈസ് സിൻ. വറി ചെയ്യുന്നത് പാപമാണ് എന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അപ്പൊ വറിയിൽ നിന്ന് അവനെ മോചിപ്പിക്കും. അവിടെയാണ് വിശ്വപ്രസിദ്ധനായ ജിം റീവ്സ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുടെ ഒരു പാട്ടാണ് ഇന്ദേ സെറാ സെറാ. ജിം റീവ്സ് അയാളുടെ മരുമോനാണ് മറ്റേ മരിച്ച മനുഷ്യൻ, അമേരിക്കയിലെ ഒരു പാട്ടുകാരൻ, പോപ്പ് ഗായക, സംഗീതത്തിന്റെ ആശാൻ മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ ജിം റീവ്സിന്റെ മരുമോനാണ്, മോളെ. അപ്പൊ ജിം റീവ്സ് വളരെ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ്, സ്പിരിച്വലായ ആളാണ്. മറ്റേ അങ്ങനെ എല്ലാവരും അവൻ കാളയായിരുന്നു. അപ്പൊ ഈ ജിം റീവ്സിനോട് ജിം റീവ്സിന് കവിതയുടെ സാധനം എന്ന് വെച്ചാൽ കുട്ടി ഒന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയെ എനിക്ക് പഠിക്കാൻ പറ്റുമോ, അമ്മയെ എനിക്ക് നല്ല ജോലി കിട്ടുമോ, അമ്മയെ എനിക്ക് നല്ലൊരു വിവാഹം കിട്ടുമോ, അമ്മ എനിക്ക് ജീവിതത്തിൽ സമ്പത്തുണ്ടാകുമോ, ഇങ്ങനെ ചോദ്യമാണ്. അപ്പൊ ജിം റീവ്സ് ഓരോ കവിതയുടെ ഓരോ സ്റ്റാൻസിന്റെ അവസാനം നിൽക്കുന്നത് ഇന്ദേ സെറ സെറ, മോനെ ദാറ്റ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. നടക്കാനുള്ളത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് മോനെ, അങ്ങനെ സംഭവിക്കും, നീ എന്നെ പറ്റി പറയുകയല്ല. ഇന്ദേ സെറ സെറ എന്നാണ് ഈ ജിം റീവ്സിന്റെ കവിത. പാമ്പാടി ലോകത്തെ പഠിപ്പിച്ചതാണ് ഇന്ദേ സെറ സെറ. ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് സംഭവിക്കും. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ തീരുമാനങ്ങൾ നടക്കട്ടെ, എനിക്ക് കാര്യമായ അസുഖമുണ്ട്, ദൈവത്തിന്റെ തീരുമാനങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാനും ഭാവിയെ പറ്റി അങ്കലാപ്പില്ലാതെ ജീവിക്കാനും പാമ്പാടത്തിന് വേണ്ടി നമ്മളെ പഠിപ്പിച്ചപ്പോൾ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ഈ മൂന്നിലൊന്ന് ഭ്രാന്തുകളിൽ നിന്ന് ഒരു വലിയ ജനസമൂഹത്തെ പാമ്പാടത്തിന് വേണ്ടി മോചിപ്പിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ സംഭവം. അഞ്ചാമതായി ഈ പ്രാർത്ഥനയ്ക്കുണ്ടായ വലിയ അത്ഭുതം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊരു പറ്റം ഒരു 3-1 ആളുകൾ രോഗികളായി തീരുന്നത് എക്സിസ്റ്റൻഷ്യൽ മാഡ്നസ് എന്ന് പറഞ്ഞൊരു മാഡ്നസ് ആണ്. എക്സിസ്റ്റൻഷ്യൽ മാഡ്നസ്. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു? മരണശേഷം എങ്ങോട്ട് പോകുന്നു? ഇങ്ങനെയുള്ള ആസ്തിക ചോദ്യങ്ങൾ ഒരു മനുഷ്യൻ ചോദിച്ചാൽ ഈ മനുഷ്യന്റെ 1350 ഗ്രാമുള്ള തലച്ചോറ് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അവൻ ഭ്രാന്തായി പോകുന്നത്. ഇതാണ് ബുദ്ധി കൂടിയാൽ പൊട്ടുണ്ടാവും എന്ന് പറയുന്നത്. ബുദ്ധി കൂടുതൽ ഇങ്ങനെയൊക്കെ ആലോചിക്കും. മറ്റവൻ മരിച്ചിനിയും ചമ്മന്തിയും കൂടെ കുത്തിനിട്ട് ചുമ്മാ കിടന്ന് പറയുമ്പോൾ അവനൊരു കുഴപ്പമില്ല. ഈ ബുദ്ധി കൂടുതൽ ഇങ്ങനെയൊക്കെ ആലോചിക്കും. മനുഷ്യനാണ് എന്തിരിക്കുന്നു, എങ്ങോട്ട് പോകുന്നത്. ഇത് ചിന്തിച്ചാലാണ് പട്ടി പിടിച്ചോ. കാരണം ബൈ സയൻസ് ഓർ ബൈ റീസണിങ് ഇതൊന്നും ഉത്തരവില്ല. പക്ഷേ എല്ലാ മതങ്ങൾക്കും ചില ഉത്തരങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് 7 സ്വർഗങ്ങളുണ്ട്, 32 നരകങ്ങളുണ്ട്. 32ാമത്തെ നരകം ഓരോ കുംഭിഭാഗ നരകം. ബ്രാഹ്മണനെയും പൂച്ചയെ കൊല്ലുന്നതിനോട് ചെല്ലുന്നതാണ്. ബ്രാഹ്മണൻ പൂച്ച ഈക്വൽ ആയിരിക്കണം നിൽക്കാറില്ല. അവർ രണ്ടുപേരെ കൊല്ലുന്നതിനാണ് അവിടെ പോയി വീഴുന്നത്. മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗമേ ഉള്ളൂ, പക്ഷെ 7 നരകങ്ങളാണ്. നല്ല രസമായിട്ട് അറേഞ്ച്മെന്റ്. ഏറ്റവും മുകളിലത്തെ നരകം മുസ്ലിങ്ങളായ പുരോഹിതന്മാർക്കുള്ളതാണ്, പോയി വീഴാൻ. രണ്ടാമതായിട്ടുള്ളത് കുത്ബ പീപ്പിൾ, യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ ഓൾഡ് ടെസ്റ്റമെന്റിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധാരണ മുസ്ലിങ്ങൾക്ക് പോയി വീഴാൻ രണ്ടാമത്തെ നരകം. മൂന്നാമത്തെ നരകം യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മിത്രന്മാർക്ക് അച്ഛന്മാർക്കും പോയി വീഴാനുള്ള സ്ഥലമാണ് മൂന്നാമത്. നാലാമത് കുത്ബ പീപ്പിളിൽ പെട്ട യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സാധാരണക്കാരെ അൽമായൊക്കെ പോയി വീഴാവുന്നതാണ് നാലാമത്തെ നരകം. ഇങ്ങനെ 7 നരകങ്ങൾ. ഒരിക്കൽ ഞാനൊരു മുസ്ലിങ്ങളുടെ മീറ്റിംഗ് പ്രസംഗിക്കാൻ, അപ്പൊ ഞാൻ ഈ മൗലവിയോട് പറഞ്ഞു 3-4 നരകം തമ്മിലുള്ള ആ മതിലങ്ങ് തട്ടികളാണ്. അത് ആലോചിച്ച അതിനാണ്. അത് ഞങ്ങളെ അച്ഛന്മാരെ കണ്ടെത്തുന്നതിൽ എന്താ അർത്ഥം? ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാം, കുഴപ്പമൊന്നുമില്ല. ഈ 3-4 നരകങ്ങൾ തമ്മിലുള്ള മതിൽ തട്ടിയേക്കാൻ. അപ്പൊ 7 നരകം, ഒരു സ്വർഗം. ക്രിസ്ത്യാനിക്ക് സ്വർഗവും നരകവും. പിന്നെ കത്തോലിക്കർക്ക് ഒരു ശുദ്ധീകരണ സ്ഥലം. അത് നമ്മുടെ ഗ്രിഗോറിയോസ് അബ്ദുൽ ഖലീൽ തിരുമേനി 1865 ഈ ബസ്കുർഖാനായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ സ്ഥലമില്ല എന്ന് നിർത്തും. അപ്പൊ അങ്ങനെയുള്ള ഡിവിഷൻസ് ആണ്. പക്ഷെ മതങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചാലും അത് ശരിയായിരിക്കും, തെറ്റായിരിക്കാം. ശരിയാണെന്ന് വിശ്വസിച്ച മനുഷ്യനെ ജീവിച്ചാൽ അവന് എക്സിസ്റ്റൻഷ്യൽ മാഡ്നസ് ഉണ്ടാവില്ല. പാമ്പാടി നിങ്ങളുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ പ്രസംഗങ്ങൾ വായിച്ചു. ആ വേദോസത്തിൽ പറയുന്ന സംഭവം അതുപോലെ സത്യമാണ്. കർത്താവ് വിളിക്കുമ്പോൾ പോകണം, മരണം സത്യമാണ്. അതിനുശേഷം കർത്താവ് നിശ്ചയ സ്ഥലത്ത് പോകണം. പാപം ചെയ്യരുത് കുഞ്ഞുങ്ങളെ, ആ പാപം ചെയ്താൽ നരകത്തിൽ പോകും. ഇങ്ങനെ പറഞ്ഞ്
ക്രിസ്തു മതത്തിന്റെ സ്വർഗവും നരകവുമുള്ള കൺസെപ്റ്റ് ഏതാണോ അത് പാമ്പാടി വേണ്ടി ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അത് വിശ്വാസികളെ വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ മാറ്റേഴ്സിൽ നിന്ന് മനുഷ്യൻ മോചിതനാണ്. പാമ്പാടി വളരെ സിമ്പിൾ ഭാഷയിലാണ് പറയുന്നത്, പക്ഷെ വണ്ടർഫുൾ മാജിക്കാണ് അത് ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ആറാമതായിട്ട്, ഭൂമിയിലെ രോഗങ്ങളിൽ വളരെ കൂടുതൽ ഗിൽറ്റ് ഫീലിംഗിൽ നിന്നുണ്ടാവുന്നതാണ് പാപഭീതി. ഒരു മനുഷ്യൻ പാപം ചെയ്തു പോയി എന്നും ആ പാപം ക്ഷമിക്കപ്പെടാത്തതാണ് എന്നൊരു മനുഷ്യന് തോന്നിയാൽ അത് അവന്റെ ശരീരത്തിൽ രോഗമായി പ്രത്യക്ഷപ്പെടും. ആൻഡ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് തിങ് ഈസ് പാരലിസിസ്. തളർവാദം എന്ന രോഗം ഉണ്ടാവും, സെറിബ്രൽ സ്ട്രോക്ക് ഉണ്ടാവും. ഇത് രണ്ട് പാപഭീതിയുടെ ഫസ്റ്റ് റിസൾട്ട്സ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഗിൽറ്റ് ഫീലിംഗിനെ പറ്റി വളരെ ദീർഘമായിട്ടാണ് അദ്ദേഹത്തിന്റെ തീസിസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാപഭീതി മനുഷ്യനെ തളർവാദത്തിൽ കൊണ്ടെത്തിക്കും. അവനെ എങ്ങനെ മോചിക്കാൻ പറ്റും? ഒരൊറ്റ കാരണത്തിൽ അവനെ മോചിപ്പിക്കാൻ പറ്റും. അവന്റെ പാപം മോചിച്ചു എന്ന് അവനെ വിശ്വസിപ്പിക്കണം. കർത്താവ് ഇതാ ചെയ്യുന്നത്. ഒരുത്തനെ ഉത്തരവൊക്കെ പൊളിച്ച് കട്ടിലേക്ക് തൂക്കി ഇറങ്ങി. ക്രാന്തദർശിയായ ക്രിസ്തുവിനെ ആളിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇവന്റെ തളർവാദം അവന്റെ പാപഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദന്മാർ ചോദിച്ചു, ഇവനല്ല പാപം മോചിക്കാൻ, ദൈവത്തിനല്ല പാപം മോചിക്കാൻ പറ്റും? കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞു, ഇവന്റെ പാപം മോചിച്ചെന്ന് പറയുന്നതാണ് എളുപ്പം, ഇവന്റെ രോഗം സുഖപ്പെടുത്തുന്നത്. നീ കട്ടിലെടുത്തുണ്ടാവുന്നു, ഞാൻ കട്ടിലെടുത്തുകൊണ്ട് പോയി. കാര്യം പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് എപ്പോൾ അവന് തോന്നിയോ ആ സമയത്ത് ഓട്ടോ റിലാക്സ്, അവന്റെ തളർവാദം ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ. എല്ലാ മതങ്ങൾക്ക് ഈ പാപമാനത്തിന് മാർഗമാണ്. ഹിന്ദുക്കൾക്ക് കാശി പോയി കുളിക്കണം, ഗംഗാനദി ചെന്ന് കാശി ചെന്ന് കുളിക്കണം. മുസ്ലിങ്ങൾക്ക് മെക്കയിൽ പോയി ഇബിലീസിനെ കല്ലറണം. ഇബിലീസ് എന്ന് പറഞ്ഞ വേദപുസ്തകത്തിൽ ബീൽസബൂബ് എന്ന് പറഞ്ഞ പിശാചാണ് മുസ്ലിങ്ങളുടെ ഇബിലീസ്. ഇത്തവണ കല്ലെറിയാൻ പോയി 1965 എണ്ണം മരിച്ചവൾ. കല്ല് കറക്റ്റ് അറിയാൻ പോയ ഉന്നത്തിന് തിക്കും തിരക്ക് ഉണ്ടാക്കി മരിച്ചു. ക്രിസ്ത്യാനികൾക്ക് വിശ്വാസപ്രകാരം 7 കൂദാശകൾ സ്ഥാപിച്ചപ്പോൾ അതിൽ 2 കൂദാശകൾ പാപമോചനത്തിന്റെ കൂദാശകൾ. ജന്മാവധങ്ങളെ ബോധിപ്പിക്കാനുള്ള മാമോദിസയും കർമാവധങ്ങളെ ബോധിപ്പിക്കാനുള്ള കുംഭസാരം. ഈ കുംഭസാരം എന്ന വാക്ക് പോർച്ചുഗീസ് വാക്കാണ്. കുംഭസാരിസ എന്ന് പറയുന്ന വാക്കാണ്. പണ്ട് നമുക്കിതില്ലായിരുന്നു. പണ്ട് നമുക്ക് പാപമുള്ള എന്നാണ് ഈ കൂദാശയുടെ പേര്. അച്ഛൻ വിളിച്ച് പറയാം, 1-ാം കർപ്പന ലംഘിച്ചാൽ ആരാ മൂളി പറയാൻ പറയാം. ഇപ്പം ആളുകൾ മൂടും. ആരാ മൂളി ആർക്കാവില്ല, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ മൂടലുണ്ടാവും. 2-ാം കർപ്പന ലംഘിച്ചാൽ ആരെന്ന് പറയും. ഇപ്പം പാപം ചെയ്തൊക്കെ മൂടും. അങ്ങ് 10 കൽപ്പനയും കഴിയുമ്പോൾ ക്ലാസിഫൈ ചെയ്ത് പറയും ഇന്ന പാപങ്ങൾ മോചിച്ചവരാരാണില്ല. പണ്ട് പഴമക്കാർ പറയുന്ന ജോക്കുണ്ട്, ഏറ്റവും കൂടുതൽ മൂടൽ എപ്പോഴാണെന്നാണ്. 10-ാം കൽപ്പന ലംഘിച്ച് കൊണ്ടുപോകുമ്പോഴാണ് മൂടൽ കൂടുതൽ. 10-ാം കൽപ്പന അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ മൂടൽ എന്നാണ് പണ്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ അച്ഛനടുത്ത് കുമ്പസാരിച്ച പാവം മോചിക്കുമെന്ന് വിശ്വസിച്ച് ഒരാൾ കുമ്പസാരിച്ച അവന്റെ പാവം പോയിരിക്കും, സംശയമൊന്നുമില്ല. ഞാൻ തൃശ്ശൂരുള്ളപ്പോ പള്ളി കുമ്പസാരിക്കാൻ ഒരച്ഛൻ്റെ അവിടെ 100 പേര് ക്യൂ നിൽക്കുക, മറ്റേ അച്ഛൻ്റെ താഴെ. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി ആ ജനത്തെ കുമ്പസാരി ഒരിക്കാൻ ചോദിച്ചെന്താ ഇവിടെ ഭയങ്കര ക്യൂ, അച്ഛൻ ചെയ്ത് കേൾക്കുകയില്ല, എല്ലാം അവിടെ പോയി നിന്ന് പറഞ്ഞിട്ടൊക്കെ സ്ഥലമില്ല. അപ്പോ അച്ഛനോട് പുരോഹിതനോട് പാവം ഏറ്റു പറഞ്ഞാൽ പാവം മോചിക്കുന്നു എന്ന് വിശ്വസിച്ചോടാണ് കുമ്പസാരിച്ച പാവം എനിക്ക് യാതൊരു സംശയം പാവം പോയി. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞനായ തോമസ് യു അതായത് വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നു, ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയെക്കാളും ഇത്ര എഫക്റ്റീവായ ഒരു മെഡിസിൻ വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത്ര എഫക്റ്റീവ് മെഡിസിനാണ് ക്രിസ്ത്യാനികളുടെ കുമ്പസാരം. അപ്പോ അമർദ്യം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ കുദാശകളെല്ലാം വളരെ ശ്രദ്ധേയമായിട്ട് അദ്ദേഹം പാലിച്ചു. ഏതെല്ലാം പള്ളികളുടെ ജൂറിസ്ഡിക്ഷൻ കിട്ടിയോ അവിടെ ഒക്കെ വളരെ സുന്ദരമായ കുദാശകൾ അദ്ദേഹം സ്പ്രെഡ് ചെയ്യും. അങ്ങനെ വശത്ത് തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ കുദാശകളിലേക്ക് വിശ്വാസികളെ ഉറപ്പിച്ചത് കാരണം അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടായി തിരുമേനി ജീവിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഇനി 7ാമതായി പ്രാർത്ഥന കിട്ടുന്ന വലിയൊരു അത്ഭുതം. 100 പേര് ഡോക്ടറെ കാണാൻ പോയാൽ അതിൽ 70 പേരും പോകുന്ന ഒറ്റ രോഗമാണ്. അതൊരു രോഗമേ അല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സൈക്കോ സോമാറ്റിക് ഇൽനസ്. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സോമ എന്ന് പറഞ്ഞാൽ ശരീരം. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങളാണ്. ഇതാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആധിയിൽ നിന്നും വ്യാധി ഉണ്ടാവും. മനുഷ്യ മനസ്സിൽ ആധി ഉണ്ടായാൽ അത് ശരീരത്തിൽ വ്യാധി അല്ലെങ്കിൽ രോഗമായി പ്രത്യക്ഷപ്പെടുന്നു. ഈ മനുഷ്യ മനസ്സിൽ ആധി ശമിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കോസോമാറ്റിക് രോഗങ്ങൾ കുറയും. സൈക്കോസോമാറ്റിക് രോഗങ്ങളിൽപ്പെട്ടാണ് പിശാചുബാധ എന്ന് പറയുന്നത്.
സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ് 40 വയസ്സിന് മുമ്പ് ഡയബറ്റീസ് ഉണ്ടാവുക എന്ന് പറയും. കഴിഞ്ഞ തവണത്തെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു 51 കുട്ടികൾ 17 വയസ്സുള്ള കുട്ടികൾ ഡയബറ്റീസ് പിടിച്ചവിടെ ചെന്നു, ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് പിടിച്ചവിടെ ചെന്നു. കാരണം മെഡിക്കൽ എൻട്രൻസ് തോറ്റുപോയി ആകെ പോയി. അങ്ങനത്തെ ഏലിയാമ്മയുടെ മോക്ക് എന്നൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യും? കാരണം ആ കുട്ടിയുടെ അമ്മ ഏലിയാമ്മ നിന്ന് ഭയങ്കര വഴക്കാം. അപ്പൊ ഏലിയാമ്മയുടെ കുട്ടിയൊക്കെ കൂടുതൽ മാർക്ക് ഇപ്പോഴത്തെ കുട്ടി കിട്ടണം, അല്ലെങ്കിൽ അടി ഷുഗർ. അപ്പൊ ഇങ്ങനെ വെപ്രാളത്തിൽ പരീക്ഷ എഴുതി 17 വയസ്സുള്ള പാവ കുഞ്ഞുങ്ങളെ 51 എണ്ണത്തിന് ഡയബറ്റീസ് പിടിച്ചു. ഇത് സൈക്കോസോമാറ്റിക്കാണ്, മനസ്സിനെ ശാന്തമാക്കാത്തതുള്ള പ്രശ്നമാണ്. പരീക്ഷയെ വിശ്വാസത്തോടുകൂടി പോയി എഴുതാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞപ്പോൾ മെഡിസിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ റാങ്ക് വാങ്ങിച്ച കുട്ടിയോട് ചോദിച്ചു, എന്താ ഇത്ര റാങ്ക് വാങ്ങിക്കാൻ കാരണം? ആ കുട്ടി പറഞ്ഞത് നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. എന്നെ പരീക്ഷാവളോട്ട് കയറ്റി വിടുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, പോയി പരീക്ഷ എഴുത്, ഞാൻ അത്രയും സമയം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, നിന്റെ പരീക്ഷ ഒരു മണിക്ക് തീരുമല്ലോ, അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് ഇവിടെ വരാം. കുട്ടി പറയുകയാണ്, ഞാൻ എൻട്രൻസ് എക്സാം എഴുതുന്ന സമയം ഞാൻ സന്തോഷത്തോട് എഴുതാൻ, കാര്യം എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പള്ളിയിൽ നിന്ന് ഈ സമയം മുഴുവൻ പ്രാർത്ഥിക്കണം, അപ്പം എനിക്ക് കറക്റ്റ് സംഗതി ഓർമ്മ വരും എന്നാൽ കുട്ടിയുടെ കോൺഫിഡൻസ് ആണ്. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടിയുടെ അമ്മയുടെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. കാരണം ആ പ്രാർത്ഥനയല്ല, കുട്ടിക്കും അമ്മയ്ക്കുള്ള വിശ്വാസം വളരെ എഫക്റ്റീവാണ്. റാങ്ക് പടിയിടാതൊന്നും ചൂടിൽ വെച്ച് വടക്കുണ്ടാക്കുക, കുട്ടിക്ക് റാങ്ക് കിട്ടിയല്ല, കുട്ടി പരീക്ഷ പാസ്സാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സൈക്കോസൊമാറ്റിക് BP ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, പെപ്റ്റിക് അൾസർ ഉൾപ്പെടെ രോഗങ്ങൾ, അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ മനുഷ്യ മനസ്സിനെ ശാന്തമാക്കണം. മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാൻ ഇതുവരെ വൈദ്യശാസ്ത്ര രോഗങ്ങൾ മരുന്ന് കുറിച്ചിട്ടില്ല. അവർ സ്ലീപ്പിംഗ് പില്ല് തരും, 3-4 മണിക്കൂർ ഉറങ്ങി എഴുന്നേക്കും, പഴയ രോഗം അതുപോലെ. വേറെ ചിലര് ഡോക്ടറെ അടുത്തൊന്നും പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലറായ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിവറേജസ് കോർപ്പറേഷൻ, അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. ബാക്കി എവിടെ ക്യൂ നിന്നാലും അഴിടാന്നൊക്കെ പാടുണ്ടാകും. ഇവിടെ ഒരു കുഴപ്പമില്ല, 250 ക്യൂ നിന്നാൽ ഒരു വഴക്കോ ഒരു പ്രശ്നമോ ഇല്ലാതെ കറക്റ്റ് ക്യൂ നിൽക്കുക. എന്നിട്ട് കുപ്പി മാറ്റണം പോകും. കുപ്പി അടിച്ചാൽ ഒരു 2 മണിക്കൂർ സമയത്തേക്ക് അവനൊരു കിക്ക് കിട്ടും, വെപ്രാളം പോകും. പക്ഷെ കിക്ക് അങ്ങോട്ട് പോയി കഴിയും, പഴയ സങ്കടം ഉണ്ടല്ലോ അതുപോലെ തിരിച്ചു വരും. നോ വേ ഓഫ് എസ്കേപ്പ്. പ്രാർത്ഥന മാത്രമേ ഈ ഭൂമിയിൽ മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചത്. ആ പാട്ടിന് വേണ്ടി ജീവിതത്തിൽ ചെയ്തത് ഇത്രമാത്രം വെപ്രാളത്തിൽ ആളുകളവിടെ ചെല്ലും. ചിലർക്ക് പൈസ ഇല്ല, ഇതിനുവേണ്ടി പൈസ. ചിലരവിടെ ചെല്ലും ആഹാരമില്ല, പിന്നെ അവിടെ ഇരുന്നാട്ടെ ഉടനെ ആളിന് ആഹാരം കൊടുക്കുക. ഒരാൾ എന്ത് മനപ്രയാസത്തിലാണോ വരുന്നത്, ആ മനപ്രയാസം തിരുമേനി തീർത്തിട്ട് ആളിനെ മടക്കി അയക്കുക. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ജനങ്ങളെ ഉയർത്തി ഈ സൈക്കോസോമാറ്റിക് ഇന്നത്തിൽ നിന്നും തിരുമേനി അത്ഭുതകരമായ ജീവിതകാലത്ത് അദ്ദേഹത്തിന് മരണശേഷം ആ പ്രാക്ടീസ് തലമുറ കൈമാറുന്ന വീടുകളിലും അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. 8ാമതായി, മനുഷ്യന്റെ പാപഭീതി ചിലപ്പോൾ രോഗമായി, മാനസിക രോഗമായി പ്രശ്നം. ആ മാനസിക രോഗത്തിൽ നിന്ന് ആളിനെ മോചിക്കണമെങ്കിൽ ആ പാപം മോചിച്ചു എന്ന ആളിനെ വിശ്വസിപ്പിക്കല്ലാതെ ഒരു മാർഗവും ഇല്ല. ഞാൻ കണ്ണൂർ എസ്പിയായി, വളരെ സുമുഖനായ ഒരു ആള് റോഡ് ഇങ്ങനെ പോകും, പാമ്പക്കുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഡ്രൈവർ ചോദിച്ചു, ആരുടെ ഈ മനുഷ്യൻ? ഡ്രൈവറും സാറിന് അറിഞ്ഞൂടെ, ഈ ഹൈസ്കൂളിലെ സാറായിരുന്നു. ഈ സാറിന് വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരിക്കൽ എന്തോ തെറ്റിയത്, ആ കുട്ടിയെ നോട്ട്ബുക്കും പുസ്തകവും വെക്കുന്ന സ്റ്റോർ മുറിക്കകത്ത് കയറ്റിയിട്ട് അടച്ചു. കുട്ടി പറഞ്ഞു, സാറേ ഇതിനകത്തൊരു പാമ്പുണ്ട് സാറേ എന്ന് പറഞ്ഞു. ഓടാ, നീ എന്നെ പറ്റിക്കാതെന്ന് സാറ് വാതിൽ വന്നില്ല. കുറച്ചു കഴിഞ്ഞ് കുട്ടി ശബ്ദിക്കുന്നില്ല. സാറ് വാതിൽ വന്ന് നോക്കിയപ്പോൾ കുട്ടി മരിച്ചു കിടക്കുന്നു, പാമ്പ് ഇങ്ങനെ പത്തി പൊക്കി കുട്ടിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ നിമിഷം ആ സാറ് പ്രാണനായി. പാമ്പക്കുട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇങ്ങനെയുള്ള ആളുകളുടെ പാപം, അവന്റെ ആ രോഗം സഹിപ്പിക്കണമെങ്കിൽ അവന്റെ പാപം അവരോട് ദൈവം ക്ഷമിച്ചു എന്നാണ് വിശ്വസിപ്പിക്കാൻ അതൊരു മാർഗമില്ല. കുംഭസാരമോ കൗൺസിലിങ്ങോ പ്രാർത്ഥനയുടെ അന്തരീക്ഷമോ വെച്ചിട്ട് ആ മനുഷ്യന്റെ പാപഭീതി അവനെ മനസ്സിലാക്കണം. അപ്പോൾ അവൻ അത്ഭുതം, അവന്റെ ജീവിതത്തിൽ ആ രോഗം മാറിയിരിക്കും. മാഡ്നസ്, പിശാചി ബാധ എന്ന് പറയുന്നത് കർത്താവിന് പിശാചി ബാധനെ സുഖമാക്കിയ സംഭവമാണ്. അതൊക്കെ പകുതി കൂടുതൽ ഇതാണ്, പാപഭീതിയാണ്. ആ പാപഭീതി പിശാചിന്റെ ശരീരത്തിൽ കയറി അവൻ പാപം ചെയ്തു, ഇനി അതിൽ നാം മോചിതനാണ് എന്നാണ് വിശ്വസിപ്പിക്കുക, അല്ലാതെ ഒരു മാർഗവും ഇല്ല. 9ാമതായി പ്രാർത്ഥനയുടെ വലിയ ഗുണം, 10ാമതായിട്ട് പ്രാർത്ഥനയുടെ വലിയ ഗുണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, സൗരോപദേശങ്ങൾ കേൾക്കുന്ന മനുഷ്യൻ,
അവന് നല്ല സ്വഭാവം ഉണ്ടാവും. ഈ ഈശ്വര വിശ്വാസികൾ പറഞ്ഞത് മാത്രമല്ല, നിരീശ്വര വിശ്വാസികളും സർട്ടിഫൈ ചെയ്യുന്ന സംഭവം. വോൾട്ടയർ എന്ന് പറഞ്ഞ വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ മൂന്നെണ്ണം, റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, അതിൽപ്പെട്ട ഒരാൾ വിപ്ലവം ഉണ്ടാക്കാൻ. അയാൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞായറാഴ്ച അയാൾ ഭാര്യയെ കൊണ്ട് നേരെ പള്ളി വരും. ഭാര്യയെ പള്ളിക്കകത്ത് കയറ്റി വിടും. എന്നിട്ട് അയാൾ കുറച്ച് ദൂരെ ഒരു മരത്തിൻ്റെ അവിടെ പോയി അയാൾ ഇരിക്കും. നമ്മുടെ പള്ളിക്കകത്ത് വരുന്ന തണലേലും കിട്ടിയായിരുന്നു. ഈ ഗ്രഹപ്പഴക്കാരൻ പോയി മരത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഒരാൾ ഇയാളെ കാണാൻ പാരീസ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ടീച്ചർ, വോൾട്ടയറെ, നിനക്ക് ഈശ്വര വിശ്വാസം ഇല്ലല്ലോ, പക്ഷെ നീ ഇതിന് ഈ ഭാര്യ ദിവസം ഞായറാഴ്ച പള്ളി കൊണ്ടുവിടുന്നേ. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു വാചകം, ഈവൻ ഇഫ് ദർ ഈസ് നോ ഗോഡ് ലെറ്റ് us invent one so that my wife will be chaste towards me and my servant will not cheat me. വോൾട്ടയർക്ക് ദൈവത്തെ വേണ്ട, പക്ഷെ ഭാര്യയ്ക്ക് ഈശ്വര വിശ്വാസമാണെന്ന് വലിയ നിർബന്ധം. കാര്യം ഭാര്യ ഈശ്വര വിശ്വാസിയാണെങ്കിൽ അവർ പതിവ്രതയായി. പരപുരുഷ സംഗമത്തിന് പോകുമ്പോ ദൈവം അവളുടെ മനസ്സിൽ പറഞ്ഞത് തെറ്റാണ്, പാവമാണ്, അവിടെ പോവുകയില്ല. വോൾട്ടയർ പറയുന്നത്, എനിക്ക് ദൈവത്തെ വേണ്ട, പക്ഷെ എന്റെ ഭാര്യ ഈശ്വര വിശ്വാസിയായിരുന്നു. പിന്നെ servant should not cheat me. വേറെക്കാരൻ ഈശ്വര വിശ്വാസിയാണെങ്കിൽ 100 രൂപയും കൊണ്ടുപോയി 80 രൂപയുടെ സാധനം 100 രൂപയുടെ ബില്ലും കൊണ്ടൊന്നും തിരിച്ചു വരത്തില്ല, പറ്റിയതില്ല. അപ്പൊ വോൾട്ടയർക്ക് ദൈവത്തെ വേണ്ട, പക്ഷെ വോൾട്ടയറുടെ ഭാര്യയും വേറെക്കാരൻ ഈശ്വര വിശ്വാസമായിരുന്നു. വോൾട്ടയർക്ക് വലിയ നിർബന്ധം. നിരീശ്വര വിശ്വാസം വോൾട്ടയർക്ക് അറിയാം, നല്ല സ്വഭാവം വേണമെങ്കിൽ ഈശ്വര വിശ്വാസം. ബർട്രാൻഡ് റസ്സൽ 20ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഫിലോസഫറാണ്. ക്രിസ്തുമതത്തിന്റെ ശത്രു നമ്പർ 1 ആണ്. ബ്രിട്ടീഷ് രാജകുമാരമായിട്ട് ബന്ധമുള്ള ബർട്രാൻഡ് റസ്സൽ നിരീശ്വര വിശ്വാസം മാത്രമല്ല, വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനി അല്ല എന്നൊരു പുസ്തകം എഴുതി മനുഷ്യൻ. ക്രിസ്തുമതത്തെ ചീത്ത വിളിക്കാനുള്ള മുഴുവൻ സംഗതികൾ ഈ മനുഷ്യൻ ചെയ്തു. പക്ഷെ ലാസ്റ്റിൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം, ഗെയിറ്റ്സ് ഓഫ് വിസ്ഡം, ആ പുസ്തകം അവസാനിക്കുന്നത് വിശ്വപ്രസിദ്ധമായ വാചകത്തിലാണ്. What the world needs now, I am ashamed to say, is nothing but Christian charity. ലോകത്തിന് നേരിട്ട് ആവശ്യമുള്ള എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ നാണക്കേടുണ്ട്. കാര്യം വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകം എഴുതിയാലാണ്. I am ashamed to say is nothing but Christian charity. ലോകത്തിന് നേരിട്ട് ആവശ്യം ക്രിസ്തു എന്ന ലോകത്തെ പഠിപ്പിച്ച ജീവകാരുണ്യം, തന്നെ കൂടുതൽ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ച, ഈ ചെറിയൊരു ഒരുത്തിന് ചെയ്ത ആളത് എൻ്റെ അക്കൗണ്ടിൽ എഴുതുമെന്ന് പറഞ്ഞ കർത്താവ് ചെയ്ത ജീവകാരുണ്യം, ക്രിസ്തു എന്ന ലോകത്തെ ജീവകാരുണ്യമാണ് ലോകത്തിന് നേരിട്ടും ആവശ്യം. രണ്ടുപേരും നിരീശ്വര വിശ്വാസക്കാരോ, വോൾട്ടയറും ബർട്രാൻഡ് റസ്സൽ. അപ്പം ഈശ്വര വിശ്വാസിക്ക് നല്ല സ്വഭാവം ഉണ്ടാകും. പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ജനസമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നു. സൺഡേ സ്കൂളിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ദേറായിൽ വരുന്ന ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ ആ ദേറായിൽ പഠിച്ചിരുന്ന എല്ലാവരെയും ഉത്തമ വൈദികരാക്കി, സൽസ്വഭാവികളാക്കി കൊണ്ടുവന്നു. പാമ്പാടി തിരുമേനിയുടെ മഹത്വചനങ്ങൾ ഞാൻ വായിച്ചു നോക്കി. അതിൽ 90% സൽസ്വഭാവം വളർത്താൻ വേണ്ടി അച്ഛന്മാരെങ്ങനെ പെരുമാറണം, ദേറാക്കാരെങ്ങനെ പെരുമാറണം, വിശ്വാസികളെങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, ഈ വലിയ അത്ഭുതങ്ങളായ സംഭവങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ബിഷപ്പ് കാൻഡിൽസ്റ്റിക്സിൽ ഒരു കഥയാണ്. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ കഥ പോലെ. പാമ്പാടി എസ്റ്റേറ്റിൽ നിന്ന് റബ്ബർ മോഷ്ടിച്ചൊക്കെ പോയി അവൻ നാട്ടുകാരെ പിടിച്ചു. റബ്ബർ ഷീറ്റുമായിട്ട് അവനെ കൊണ്ടുവന്നു പാമ്പാടി തിരുമേനിയുടെ അടുത്ത്. പാമ്പാടി തിരുമേനി പറഞ്ഞു, നീ ഈ റബ്ബർ ഷീറ്റ് എടുത്തോ, മോഷ്ടിക്കുന്നത് പാവമാണ് മോനെ, ഇഹലോകത്തും പരലോകത്തും ശിക്ഷ കിട്ടുന്ന പരിപാടി. ഈ റബ്ബർ ഷീറ്റ് കിട്ടുന്ന പൈസ നീ സുഖമായിട്ട് ജീവിച്ചു, ഇനി മേലെ മോഷ്ടിക്കും. പാപനയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ പോലെ ഞാൻ നിന്നെ വിധിക്കുന്നത് നീ ഇനിമേൽ പാപം ചെയ്യരുത്. പാമ്പാടി തിരുമേനി ചെയ്ത അത്ഭുതകരമായ സംഭവം. അങ്ങനെ കുഴപ്പക്കാരായ ഒരുപാട് എണ്ണത്തിനെ പാമ്പാടി തിരുമേനി സ്വന്തം ജീവിതത്തിൽ മാറ്റി. വലിയ അത്ഭുതമാണ്. ഒരു ജനസമൂഹത്തിനെ മുഴുവൻ ചിന്താസരണിയെ മാറ്റി, സൽസ്വഭാവികളാക്കി അവരെ മാറ്റി. പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ നടത്തിയ അത്ഭുതങ്ങളുടെ പരമ്പര. ആ പ്രാർത്ഥനാദികൾ തുടരുന്ന തലമുറകളുള്ള വീടുകൾ ആരൊക്കെ ഉണ്ടോ ആ വീട്ടിലൊക്കെ ഇതുപോലെ അത്ഭുതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം, പാമ്പാടി ദേറായിൽ കൊടുക്കണം. ചിക്കാഗോയിൽ നിന്ന് അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെ നാളെ പാമ്പാടി ദേറായിൽ വരുന്ന ഒരാൾ ചോദിക്കും, ഈ തിരുമേനിയുടെ പേരിൽ നിന്ന് അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളൊന്നും റെക്കോർഡൊന്നും സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശകരമായ ഒരു സംഭവമാണ്. പ്രസിദ്ധന്മാരായ ആളുകൾക്ക് മനുഷ്യരെ മാത്രമല്ല
മൃഗങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ESP എന്ന് പറയുന്ന എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ളവരാണ്. അത് വിശുദ്ധിയുടെ ഒരു ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ദിവ്യനായ മനുഷ്യനുണ്ടാകുന്ന വലിയ അനുഭവങ്ങളൊന്നാണ് ഈ ESP എന്ന് പറയുന്നത്. മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനും മൃഗങ്ങളോട് സംവദിക്കാനും കഴിയും. ശലോമോനെ പറ്റി വേദപുസ്തകത്തിൽ വായിക്കുന്നു, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് മൃഗങ്ങളുടെ ഭാഷ അറിയാമായിരുന്നു, അവരുമായി ആശയം സംവദിക്കാൻ കഴിയുമായിരുന്നു. പരിമള തിരുമേനിയുടെ ആത്മീയ ഗുരു എന്ന് അദ്ദേഹം പറഞ്ഞത് 4-ാം നൂറ്റാണ്ടിനോടടുത്ത് ഈജിപ്തിൽ ജീവിച്ചിരുന്ന താപസശ്രേഷ്ഠനായ ആന്റണി എന്ന് പറയുന്ന വിശുദ്ധനാണ്. മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ പരിമള തിരുമേനി ഇത് പ്രസിദ്ധമായ പ്രസംഗത്തിൽ പറയുന്നു, എന്റെ മോഡൽ താപസശ്രേഷ്ഠനായ ആന്റണി, മരുഭൂമിയിലെ ആന്റണി. 102 വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം, 102 ഇയേഴ്സ് വരെ ജീവിച്ചത്. അദ്ദേഹം ഒരു 2-3 മാസം കൂടുമ്പോൾ അദ്ദേഹം ഒരു മരുഭൂമിയിൽ നിന്ന് തപസ്സനുഷ്ഠിക്കുക, പട്ടണത്തിലോട്ട് പോകാനായിട്ട് അദ്ദേഹം വരും. അപ്പോൾ ഒരു 150 അടി 200 അടി വീതിയുള്ള ഒരു നദിയുണ്ട് അവിടെ. തപസ്സനുഷ്ഠനാണ് ഈ നദിയുടെ അടുത്ത് വന്ന ശേഷം ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാകും. അപ്പോൾ ഒരു മുതല, ഒരു ക്രോക്കഡൈൽ തീരത്തേക്ക് വരും. തപസ്സനുഷ്ഠനാണ് ആ ക്രോക്കഡൈലിന് മേളിൽ കയറി നിൽക്കും. ക്രോക്കഡൈലിൽ ഇരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം, നിൽക്കണമെങ്കിൽ ബാലൻസ് ചെയ്ത് ക്രോക്കഡൈൽ അനങ്ങിപ്പോയ താഴെ വരും. പക്ഷെ ഈ താപശേഷൻ ആന്റണി വീഴാതിരിക്കാൻ വേണ്ടി ഈ ക്രോക്കഡൈൽ, ഈ മുതല അതിന്റെ ശരീരം പോലും ബാലൻസ് ചെയ്ത് നദിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് താപശേഷൻ ഇറക്കും. സാധനങ്ങൾ വാങ്ങിച്ച് അദ്ദേഹം തിരിച്ചു വരും. തിരിച്ചു വന്ന് ആറിന് അക്കരെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ മുതലയോ വേറെ ഏതെങ്കിലും മുതലോ വരും. ആ മുതലയുടെ പുറത്തേക്ക് നിന്നിട്ട് താപശേഷനാണ് ഇപ്പുറത്ത് വരും. ഇത് വിശുദ്ധന്മാർക്കുള്ള കഴിവാണ്. മൃഗങ്ങളോട് പോലും സമ്മതിക്കാൻ പറ്റാം. പരിശുദ്ധ പരിമളത്തിന് വേണ്ടി ഒരിക്കൽ കുട്ടനാട്ടിലുള്ള ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ 2 കിളികൾ ഇങ്ങനെ സംസാരിച്ചു. പരിമളത്തിന് വേണ്ടി തൊട്ടടുത്ത അച്ഛനോട് പറഞ്ഞു, ഈ കിളികൾ സംസാരിച്ചത് അതിന്റെ കുഞ്ഞിനെ പറ്റിയാണ്, ഇപ്പൊ അതുപോലെ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അച്ഛൻ ചിരിച്ച്, ചേട്ടാ കിളികൾ പറഞ്ഞ് പരിമളത്തിന് വേണ്ടി എങ്ങനെ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കിളികൾ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അച്ഛൻ നോക്കപ്പോഴാണ് പരിമളത്തിന് വേണ്ടി ആ കിളികൾ സംസാരിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് അച്ഛന് മനസ്സിലായി. ഇത് പരിമളത്തിനാണ് ജീവിതത്തിൽ രേഖപ്പെടുത്തുന്ന സംഭവം. അപ്പൊ ആ കിളികൾ സംസാരിക്കുന്നത് പരിമളത്തിന് വേണ്ടി മനസ്സിലായി. മുതലയോട് സംസാരിക്കാൻ ആന്റണി, മരുഭൂമിയിലെ വിശുദ്ധനായ ആന്റണിക്ക്, താപശ്രേഷ്ഠ ആന്റണി കഴിയുമായിരുന്നു. പാമ്പാടി തിരുമേനിക്കും ഈ അത്ഭുതകരമായ കഴിവുകൾ ഉണ്ടായിരുന്നു. ദിവസവും പാമ്പാടി തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പട്ടി വരുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടി ഗർഭിണിയാണെന്ന് പാമ്പാടി തിരുമേനിക്ക് മനസ്സിലായി. പാമ്പാടി തിരുമേനി പട്ടിയോട് പറഞ്ഞു, നീ പ്രസവിച്ച് കഴിയുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു പട്ടിയോട്. അടുത്തുനിന്നവരൊക്കെ തിരിച്ച് പട്ടിയോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു. പക്ഷെ പട്ടി പ്രസവിച്ചു. അത് കഴിഞ്ഞ് ഓരോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും, പാമ്പാടത്തിലുള്ള കാലം കൊണ്ടുവെക്കും. എന്നിട്ട് ആ കുട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്ത കുട്ടിയെ കൊണ്ടുവരും. ആ പ്രസവത്തിലുണ്ടായ 5 കുട്ടികളെയും പാമ്പാടത്തിലുള്ള കാൽക്കൽ കൊണ്ടുവച്ച് അനുഗ്രഹം വെച്ചിട്ട് പട്ടി പോയി. പട്ടിക്ക് പോലും അനുഗ്രഹം വാങ്ങിക്കാൻ അറിയാം, മനുഷ്യനറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പലർക്കും ഗതികളൊക്കെ പറ്റിയത്. അപ്പൊ മൃഗങ്ങളോട് സംസാരിക്കാനും തന്റെ കുഞ്ഞിനെ കാണുന്നത് പാമ്പാടത്തിന് വേണ്ടി പറഞ്ഞത് ആ പട്ടിക്ക് മനസ്സിലായി. പട്ടി അതനുസരിച്ച് വന്ന് കേൾക്കാൻ. പാമ്പാടത്തിന് വേണ്ടി കാണാൻ വന്ന കുറച്ച് ദൂരത്തു നിന്ന ഒരാൾ അവിടെ നിന്നപ്പോൾ അയാളോട് അവർ പറഞ്ഞു, പാമ്പാടി തിരുമേനിക്ക് പൂച്ചകളോട് സംസാരിക്കാൻ പറ്റും. പാമ്പാടി തിരുമേനി ആഹാരം കൊടുക്കാൻ പൂച്ചകൾ അപ്പോഴേ വരുന്നു. അയാൾ ചുറ്റും നോക്കി ഉടനെ പൂച്ചയിലൊന്നുമില്ല. അപ്പൊ കുറച്ച് അരി എടുത്ത് ആഹാര സാധനം എടുത്ത് തിരുമേനി കൊടുത്തു. തിരുമേനി അത് എടുത്ത ശേഷം എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കി. 12 പൂച്ചകൾ വന്നു. എല്ലാത്തിനും ആഹാരം കൊടുത്തു. പൂച്ചകൾ പോയി. ദൂരം നിന്ന് മനുഷ്യൻ മനസ്സിലായി, പൂച്ചകൾക്ക് പോലും ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാമ്പാടത്തിന് കഴിയുമായിരുന്നു. അപ്പൊ ബ്രഹ്മണത്തിന് എനിക്കുള്ള വലിയ കഴിവ്, താപശ്രേഷ്ഠനായ ആന്റണിക്കുള്ള കഴിവ്, ജ്ഞാനികളായ ശലോമോൻ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്ന കഴിവ് പാമ്പാടത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. മൃഗങ്ങളോട് സംവദിക്കാൻ, അവരോട് ആശയവിനിമയം നടത്താൻ. മഹാന്മാരായ ആളുകൾക്കുള്ള മറ്റൊരു ഗുണം പ്രകൃതിയോടുള്ള സ്നേഹമാണ്. പ്രകൃതിയോടുള്ള സ്നേഹം. താമസശ്രേഷ്ഠന്മാരെ വസിക്കുന്ന സ്ഥലങ്ങൾ ആശ്രമങ്ങളാക്കി മാറ്റി അവിടെ വൃക്ഷലതാദികൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് പറയുന്നത് കാളിദാസനാണ്. കാളിദാസൻ ശകുന്തളയുടെ നടപ്പിനെ വർണ്ണിക്കുമ്പോൾ ശകുന്തള നടന്നു പോകുന്ന സ്ഥലത്ത് ഉള്ള വൃക്ഷങ്ങൾ സൂചിപ്പിക്കുകയാണ്. ശകുന്തളയുടെ നടപ്പിനെ പറ്റി കാളിദാസൻ പറയും. അവൾ മുഖവൽപ്പം കുനിച്ച് കാലിൽ ഉപ്പൂറ്റി ആദ്യം തറയിൽ തൊട്ട ശേഷം പിന്നെ മാത്രം വിരലുകൾ തറയിൽ തൊട്ട്
ആദ്യം വെച്ച കാലിന്റെ മുമ്പിൽ രണ്ടാമത്തെ കാല് വെച്ച് ഇങ്ങനെ നടന്നു അന്ന നട ശകുന്തള നടക്കുവാനാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ശകുന്തള നടക്കുമ്പോൾ കാളിദാസൻ ശ്രദ്ധേയമായി ചെയ്യുന്നത് ആ വഴിയുടെ രണ്ട് സൈഡിൽ കണ്ണോ മുന്നിൽ നട്ടു വളർത്തിയ ചെടികളുടെ ലിസ്റ്റ് പറയുന്നു. ഇതിവിടെ ഇന്ന ചെടിയാണ്, ഇവിടെ ഇന്ന ചെടിയാണ്. അവസാനം തന്റെ ഭർത്താവിനെ കാണാൻ, വിഷ്ണുവിനെ കാണാൻ വേണ്ടി കാളിദാസ് ശകുന്തള പോകുമ്പോൾ ദർഭമുന കൊണ്ടു എന്ന് പറഞ്ഞിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ദർഭമില്ലായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടാണ് ഇത് താമസ ശ്രേഷ്ഠന്മാരൊക്കെ ചെയ്തിരുന്ന സംഭവമാണ്. രാമായണത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിലുള്ള വൃക്ഷങ്ങളെ വളരെ കൃത്യമായി രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സീതാദേവി അവിടെ ജീവിക്കുമ്പോൾ, ലവനും കുശനും കളിക്കുമ്പോൾ ഏതൊക്കെ വൃക്ഷങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. താമസശ്രേഷ്ഠനായ പാമ്പാടി തിരുമേനി തന്റെ ദേറായുടെ ചുറ്റും ഏതൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുവെന്നും അതിലേതൊക്കെ ഇപ്പോഴും നമുക്ക് ഫലങ്ങൾ നൽകിക്കൊണ്ടവിടെ നിൽക്കുന്നുവെന്നും നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. 2 വർഷത്തിൽ മുമ്പ് പാമ്പാടി തിരുമേനിയുടെ ഓർമ്മപ്പെടുന്നാണ് ഞാൻ പ്രസംഗിക്കാൻ പോയവിടെ. ഞാനവിടെ ചെന്ന് ഇങ്ങനെ ഇറങ്ങി എല്ലാം നോക്കി. പ്രകൃതി എത്ര ഭംഗിയായിട്ടാണ് തിരുമേനി പ്ലാൻ ചെയ്യുന്നത്. ഒരു താമസശ്രേഷ്ഠന്റെ കണ്ണുകൾ ഏതൊക്കെ മരങ്ങളിലേക്ക് പോയി എന്ന് കാണുന്നു. ഒരു പള്ളി വെക്കാൻ വേണ്ടി 38 മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് പള്ളി വെക്കാൻ തുടങ്ങിയ ഒരു പള്ളിക്കാരൻ തിരുമേനി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു 15 അടി മാറ്റിയാൽ ഇത്രയും വൃക്ഷങ്ങൾ രക്ഷപ്പെടില്ലേ? എന്തിനാ ഇത്തരം വൃക്ഷം വെട്ടി നശിപ്പിക്കുന്നത്? ദേവാലയങ്ങളുടെ ചുറ്റും വൃക്ഷങ്ങൾ വേണ്ടേ? വെളിപ്രദേശത്താണോ ദേവാലയം വെക്കുക? അങ്ങനെ തിരുമേനിയുടെ കാലത്ത് വെച്ച പള്ളികളിലൊക്കെ തന്നെ പരമാവധി വൃക്ഷങ്ങളെ രക്ഷിച്ചുകൊണ്ട് പള്ളികൾ സൈറ്റ് ഫിക്സ് ചെയ്തു, പള്ളികൾ വെക്കുകയും ചെയ്തു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി. പാമ്പാടി ദേറായിരുന്ന സസ്യശ്യാമളമായി ആ വൃക്ഷങ്ങളുടെ നടുക്ക് നിൽക്കുന്നത് പ്രകൃതി സ്നേഹിയായ പാമ്പാടി തിരുമേനി ആ പ്രകൃതിയെയും സ്നേഹിച്ചുകൊണ്ട്, വൃക്ഷങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ ദേറ അല്ലെങ്കിൽ ആശ്രമം കെട്ടിപ്പടുത്തുക. ഇത് പുണ്യപുരുഷന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ്. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. പ്രകൃതി നമ്മുടെ മാതാവ്. അതിനെ നശിപ്പിച്ചാൽ മനുഷ്യൻ തന്നെ അത് നാശമായി തീരും എന്ന് പുണ്യപുരുഷന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. 1935 മെത്രാനായിട്ട് 6 വർഷം കഴിയുന്ന അവസരത്തിൽ അന്ന് തിരുമേനിക്ക് 50 വയസ്സ് പ്രായം. അപ്പോഴാണ് കുന്നംകുളത്ത് പ്ലേഗ് പൊട്ടിപ്പൊടുന്ന വിവരം അറിഞ്ഞത്. അന്നത്തെ പ്ലേഗ് ഇന്നത്തെ പ്ലേഗ് അല്ല. പ്ലേഗ് വന്നാൽ അതിന് അന്ന് പ്രതിരോധം ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലെ ക്രിസ്തു മതത്തിലെ തകർച്ചയ്ക്ക് ഒരു കാരണം അവിടുത്തെ പ്ലേഗ് ബാധയാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 1948 പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് 12 തവണകളായി 200 വർഷങ്ങൾ നിലനിന്നു. 3/1 യൂറോപ്പിലെ ജനസംഖ്യ മരിച്ചുപോയി ആ പ്ലേഗുകളിൽ. എലിയിൽ നിന്നാണ് വരുന്നതെന്ന് അവന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവർക്ക് അറിഞ്ഞൂടായിരുന്നു. ലണ്ടനിലെ മേയറാണ് ഏറ്റവും വലിയ വിവരക്കേട് കാണിച്ചത്. അയാൾ പറഞ്ഞു, പുറത്തു നിന്ന് ഇനി പ്ലേഗ് അകത്തോട് കയറാതിരിക്കാൻ വേണ്ടി വാതിലൊക്കെ അടച്ചേക്കണം. 1 ലക്ഷം പേരുള്ള ലണ്ടൻ പട്ടണത്തിൽ നിന്ന് ആരും പുറത്തോട്ട് പോയിട്ട് ആരും അകത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തുപറ്റി? ഈ പ്ലേഗിലെ രോഗാണുക്കൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതായി. അത് അവിടെ തന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. 4 മാസം കഴിഞ്ഞപ്പോഴേക്കും 1 ലക്ഷം പേരുള്ള ഇംഗ്ലണ്ടിന്റെ ലണ്ടന്റെ ജനസംഖ്യ 50,000 താഴെ, 50% പീപ്പിൾ ഡൈഡ്. അപ്പോഴാരോ നിന്ന് മേയറോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിച്ച വിവരക്കേടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വാതിലങ്ങ് തുറന്നത്, പുറത്തോട്ട് പോകുന്നവർക്ക് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടോട്ടെ. പിന്നെ ഇവിടെ പ്ലേഗാണെന്ന് പറഞ്ഞാൽ ഒരുത്തരും ഇങ്ങോട്ടൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഥകളൊക്കെ തുറന്നു. ഉണ്ടായിരുന്നവർ 3-4 പേര് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ പ്ലേഗാണെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വന്നില്ല. പ്ലേഗ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡായി. 1 വർഷം കൊണ്ട് കൺട്രോൾഡായി. പിന്നെ യൂറോപ്പിലെ പ്ലേഗ് ബാധിത പ്രദേശത്തുള്ള ആളുകൾ പലരും പള്ളികളിൽ അഭയം പ്രാപിച്ചു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പ്ലേഗ് ബാധയിൽ നിന്ന് മോചനം കിട്ടാൻ തുടങ്ങി. അത് ഡിവൈൻ ഇന്റർവെൻഷൻ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ അതിന് ഓരോ ന്യായം പറയുന്നു. ഈ പ്ലേഗ് ബാധ പ്രാർത്ഥിക്കാമെന്ന സ്ഥലത്തല്ല, അവരെ നമ്മുടെ ഓരോ സംഗതികളിട്ട് കത്തിച്ചോണ്ടിരുന്നു. കുന്തിരിക്കോ മറ്റൊരു കത്തിച്ചോണ്ടിരുന്നു. ഈ പുക എലികൾക്ക് സഹിക്കാൻ പറ്റാതായിരുന്നു. അതുകൊണ്ട് എലികളെല്ലാം ജീവനോട് രക്ഷപ്പെട്ടു. അപ്പൊ പ്ലേഗ് കോസ് ചെയ്യുന്ന എലി ഈ പുക കാരണം രക്ഷപ്പെട്ടത് കാരണം ഈ പ്ലേഗ് അവിടെ സബ്സൈഡായി. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു സ്പിരിച്വൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും രോഗപ്രതിരോധ ശക്തി കൂടുകയും ചെയ്തു. അങ്ങനെ 13th century 14th century സംഭവം. അപ്പൊ കുന്നംകുളത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട് 1ാം പ്ലേഗ് കഴിഞ്ഞു, കുറേയേറെ പേര് മരിച്ചു. 2ാം പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് നിസ്സഹായരായ ജനം വിളിച്ചു പോകുന്നത്. ആ സമയത്താണ്
പാമ്പാടി തിരുമേനി 1935 കുന്നംകുളത്ത് ചെല്ലുന്നത്. ഞാൻ തൃശ്ശൂർ ഐക്യായിരുന്നു. ഞാൻ കുന്നംകുളത്ത് പോയി ഈ റിയൽ സംഭവത്തിൻ്റെ ചരിത്രം, തിരുമേനി താമസ സ്ഥലവും തിരുമേനി അവിടെ ഈ മാർക്കറ്റിലൂടെ നടത്തിയ റാസയും പ്രാർത്ഥനയുടെ ആ സ്ക്രിപ്റ്റും ഒക്കെ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ കൊച്ചുമക്കൾ എന്നോട് റിയൽ സ്റ്റോറി പറഞ്ഞു തന്നു. ഞാനത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. തിരുവനന്തപുരത്ത് താമസിച്ച് പ്രാർത്ഥനയിൽ ആളുകളെ വിളിച്ചുകൂടി. എന്നിട്ട് അതിനുശേഷം ആ പ്ലേഗ് സ്പ്രെഡ് ചെയ്ത ആ റോഡുകളിലൂടെ തിരുമേനി പാസ്സാണ്. എന്നിട്ട് നാനാജാതി മതസ്ഥരായ ആളുകളുടെ വീട്ടിൽ തിരുമേനി എന്ന് പ്രാർത്ഥിച്ചു. കുന്നംകുളത്തിൻ്റെ ഒരു ഭാഗം മുസ്ലിങ്ങളാണ്, മറ്റേ ഭാഗം ഹിന്ദുക്കളാണ്. മെയിൻ ടൗൺ ക്രിസ്ത്യാനികളിലാണ്. പക്ഷെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മാത്രം പോവല്ല തിരുമേനി ചെയ്ത്. തിരുമേനി ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളൊക്കെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ പ്ലേഗിൽ നിന്നുള്ള മോചനം കുന്നംകുളത്ത് കൊണ്ടുവരാൻ തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തിരുമേനിയുടെ ഈ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർത്തത് മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നാണ്. മദർ തെരേസ കൽക്കട്ടയിലെ തെരുവീഥികളിൽ എയ്ഡ്സ് രോഗികളെയും കുഷ്ഠരോഗികളെയും ക്ഷയരോഗികളെയും കൊണ്ടുവന്ന് കുഷ്ഠരോഗികളുടെ വ്രണം വൃത്തിയാക്കി അവിടെ ചുംബിച്ച് എയ്ഡ്സ് രോഗിയുടെ മരണം സംരക്ഷിച്ച് കൊണ്ടുപോയി. ഡോക്ടർമാരോട് മദർ തെരേസ പറഞ്ഞു, ഈ എയ്ഡ്സ് രോഗികളെ ഇങ്ങനെ ചികിത്സിച്ചാൽ ഇവരുടെ ലിക്വിഡ്സ് അവരുടെ തുപ്പലും മറ്റതൊക്കെ സിസ്റ്ററുടെ ശരീരത്തിൽ പറണ്ട, സിസ്റ്റർക്ക് എയ്ഡ്സ് രോഗം വരും. എയ്ഡ്സ് രോഗികളെ മാത്രം ശുശ്രൂഷിക്കുന്നത് ബാക്കിയുള്ളവരുടെ ശുശ്രൂഷിച്ചോളാം. അവിടുത്തെ കുഷ്ഠരോഗത്തിന്റെ വലിയ വിദഗ്ധമുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, പണ്ട് ഫാദർ ഡാമിൻ ഇങ്ങനെ പോയിട്ട് മൊറോക്കോ ദ്വീപിൽ വെച്ച് കുഷ്ഠരോഗം വന്നാണ് ഫാദർ ഡാമിൻ മരിച്ചത്. അത് സിസ്റ്റർ ഒരു ഫാദർ ഡാമിനാവാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, എനിക്ക് ഒരു ശുശ്രൂഷ രോഗം വരുന്നെങ്കിൽ അത് വന്നോട്ടെ, അത് ഈശ്വര നിശ്ചയം എന്ന് ഞാൻ കരുതുന്നു. സിസ്റ്റർ പിന്നെയും 30 വർഷം എയ്ഡ്സ് രോഗികളെ കുഷ്ഠരോഗികളെ ക്ഷയരോഗികളെ ഒക്കെ ചികിത്സിച്ചു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് BBC വേൾഡ് സർവീസ് റിപ്പോർട്ടർ വന്ന് മദർ തെരേസയോട് ചോദിച്ചു, ഈ ഇത്രയും പേരെ ശുശ്രൂഷിക്കുമ്പോൾ രോഗം വരുമെന്നൊരു ഭയം മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നുവോ? മദർ തെരേസ പറഞ്ഞു, എന്നെ ഈ ദൈവം ഈ രോഗങ്ങൾ തരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്നെ പോലെ എയ്ഡ്സ് രോഗികളെയും കുഷ്ഠരോഗികളെയൊക്കെ ചികിത്സിച്ചിട്ട് എനിക്ക് ഈ രോഗം വന്നാൽ ഈ രംഗത്തേക്ക് ഇനി ആളുകൾ ഇറങ്ങാൻ മടിക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് God saved me from AIDS. God saved me from leprosy. അത്ഭുതകരമായ ഒരു എവിഡൻസ് ആണ് തെരേസ കൊടുത്തത്. മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടി. സ്റ്റോക്ക്ഹോമിലെ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, I am nobody. I am only a witness to the love of Christ on this earth. ഞാൻ ആരുമല്ല, യേശുക്രിസ്തുവിന്റെ സ്നേഹം ഈ ലോകത്തിൽ ഒരു വിറ്റ്നസ് ആയിരിക്കുവാൻ ഞാൻ ഇവിടേക്ക് വന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഇതിന്റെ പ്രവാസങ്ങൾ വിളിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ വിറ്റ്നസ് ആവാൻ വേണ്ടിയാണ്. പാമ്പാടി നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലുണ്ടായ കൃപകളെ ഓർക്കാൻ വേണ്ടിയുള്ള വിറ്റ്നസ് ആവാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക്ഹോമിലെ അവിടെ വെച്ച് മദർ തെരേസ പറഞ്ഞു, ഞാനൊരു വിറ്റ്നസ് ആയി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തെ ലവ് ഓഫ് ജീസസ് ഓൺ ദിസ് എർത്ത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മദർ തെരേസയെ വിളിച്ചു. മദർ നേരിട്ട് കൽക്കട്ടയ്ക്ക് പറക്കരുത്, ഡൽഹിയിൽ ഇറങ്ങി എനിക്ക് മദർ നിന്ന് കാണും, അതിനുശേഷമേ കൽക്കട്ടയ്ക്ക് പോകാം. ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് തരാം, ഞാനൊരു സ്പെഷ്യൽ ഫ്ലൈറ്റ് അയക്കട്ടെ. മദർ പറഞ്ഞത് വേണ്ട, ലക്ഷക്കണക്കിന് രൂപ ഇങ്ങോട്ട് ഫ്ലൈറ്റ് അയക്കുന്നതിനാണ്, അത്രയും പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, എനിക്ക് വേണ്ടി പൈസ ഒന്നും കിട്ടണമോ. ഫ്ലൈറ്റ് ഡൽഹിയിൽ ഇറങ്ങി. പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റൊരു പ്രധാനമന്ത്രി വന്നാൽ മാത്രമേ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോയി മദർ തെരേസയെ സ്വീകരിച്ചു. എന്നിട്ട് ഇന്ദിരാഗാന്ധി പ്രസിദ്ധമായ പ്രസംഗം ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭരിച്ചിട്ടുള്ള സ്ത്രീയാണ് മദർ ഇന്ദിരാഗാന്ധി. അതിനുമുമ്പ് സിനിമ ഉണ്ടാകാനും ഗോൾഡാമേനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 45 ലക്ഷം 1 കോടി ആളുകളെ മാത്രം ഭരിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിയൊക്കെ വന്നപ്പോഴത്തേന് ഇന്ത്യ ബ്രിട്ടീഷ് എംപയറിന്റെ ഭാഗമല്ലായിരുന്നു. അവരുടെ കീഴിൽ ഇത്ര ആളില്ല. 85 കോടി ആളുകളെ ഭരിച്ച, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭരിച്ച ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി ഡൽഹി എയർപോർട്ടിൽ വെച്ച് മദർ തെരേസയുടെ സാന്നിധ്യത്തിൽ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഐ ഫീൽ ഇൻഫിനിറ്റ്ലി ഹ്യൂമിലിയേറ്റഡ് ബിഫോർ ഹർ പ്രസൻസ്. ഉരുക്കു വനിത പറയുക, ഞാൻ ഐ ഫീൽ ഇൻഫിനിറ്റ്ലി ഹ്യൂമിലിയേറ്റഡ്, എനിക്കത് താഴ്ന്നു തോന്നുന്നു ഈ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട്. മദർ തെരേസ ആകെ 4 അടി നീളമുള്ള ഒരു കൊച്ചു സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധി 5 അടി 7 ഇഞ്ച് പൊക്കമുള്ള
ഒരു വനിതയാണ്. ബട്ട് ഷീ ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ് ബിഫോർ ഹെർ പ്രസൻസ്. അവിടെയാണ് ഇങ്ങനെയുള്ള മഹത്വക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകരയിൽ മീറ്റിംഗ് ഒരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി. ഗ്രഹപ്പഴയ്ക്ക് ഫോണിൽ കൂടെ വിഷയം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. രാവിലെ അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ ആ ഹെഡ് മിസ്ട്രസിനോട് ചോദിച്ചു, എന്താണ് സിസ്റ്റർ ഇന്നത്തെ വിഷയം? സിസ്റ്റർ പറഞ്ഞു, സാറേ ഇത് പറയാൻ പറ്റുള്ളൂ, ദൈവം എന്നാണ് ഇന്നത്തെ വിഷയം, ഈശ്വരൻ. ഞാൻ പറഞ്ഞു, പൊന്നു സിസ്റ്ററെ 1000 പിള്ളേർ വിളിച്ച് എങ്ങനെ ഇത് പ്രസംഗിക്കും? കോളേജൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് ഫിലോസഫിയൊക്കെ പറയാം. ഇത് മിഡിൽ സ്കൂൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ എനിക്ക് കുട്ടികളുടെ സ്റ്റാൻഡേർഡ് എടുത്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു കുസൃത ചോദ്യം ആദ്യം ചോദിച്ചു. ദൈവം എന്ന് കേട്ടാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്ത് രൂപമാണ് പ്രത്യക്ഷപ്പെടുക? അപ്പം ഒരു കുട്ടി പരമശിവനോ വിഷ്ണു എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഹൈന്ദവ കുട്ടി എഴുതിയിട്ട് പറഞ്ഞു, സാറേ ദൈവം എന്ന് കേട്ടാൽ അതൊരു വലിയ മദർ തെരേസയാണ് സാറേ, ദൈവം വലിയൊരു മദർ തെരേസയാണ്. കാരണം ഈ ഹൈന്ദവ കുട്ടിയുടെ മനസ്സിൽ മദർ തെരേസ ചെയ്യുന്നത് ഈശ്വരൻ ചെയ്യുന്നത് പോലെ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് അത് ഒരു വലിയ മദർ തെരേസ ആണെന്ന് തോന്നുന്നത്. ഈ കുട്ടി പറഞ്ഞപ്പോൾ പാമ്പാടി തിരുമേനിയെ പറ്റി ആപ്ലിക്കബിളാണ്. ദൈവം എന്ന് കേട്ടാൽ ഒരു വലിയ പാമ്പാടി തിരുമേനിയെ പോലെ കാണുന്നവർക്കെല്ലാം ഉപകാരം ചെയ്യണം, ആരോടും ഉപദ്രവം ചെയ്യാതെ, ഭക്ഷണം വേണ്ടവന് ഭക്ഷണം, പൈസ വേണ്ടവന് പൈസ, വിദ്യാഭ്യാസം ചെയ്യേണ്ടവന് വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള പ്രൊസീജിയർ, അങ്ങനെ വിശുദ്ധി വളർത്തി വിശുദ്ധ ആലയങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനായ തിരുമേനിയാണ് പാമ്പാടി തിരുമേനി. ആ തിരുമേനിയുടെ ജീവിതം നമുക്കൊക്കെ മാതൃകയായി തീരണം. ഞാൻ ഷാലോം ടെലിവിഷനിൽ ഈ വിശുദ്ധന്മാരെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ ആരാണ്ട് ഗവൺമെൻറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്തു, ഇയാളുടെ ഐക്യസ് ഉദ്യോഗസ്ഥനാണ്, ഇയാൾ ഈ വിശുദ്ധന്മാരെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ആളുകളെ പറ്റി പറയുന്നത് ശരിയല്ല. ഇന്ത്യൻ എക്സ്പ്രസ് എൻ്റെ ഓൾ ഇന്ത്യ എഡീഷൻ ഫ്രണ്ട് പേജിൽ അലക്സാണ്ടർ ജേക്കബ് ഇന്ത്യൻ പാസ്റ്ററൽ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്റ്ററൽ സർവീസ്. ഞാൻ ഈ സുവിശേഷ പ്രസംഗത്തിൽ പോകുന്നതിന് നമുക്കിട്ടൊരു പൊട്ടി. അപ്പം ഞാൻ അന്വേഷിച്ചതിന് ആരാണ്? അപ്പോൾ പറഞ്ഞ 5 കൊല്ലം അച്ചപ്പട്ടത്തിൽ പഠിച്ചിട്ട് സെമിനാരിൽ നിന്ന് പുറത്താക്കിയാണ്. നമ്മൾ അവനെ ഇങ്ങനെ എഴുതുള്ളൂ, പറയാൻ എഴുതാൻ സാധ്യതയില്ല, മര്യാദക്കാരും എഴുതാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു, ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന് അങ്ങേക്കുള്ള കമന്റ് എന്താണ്? ഞാൻ പറഞ്ഞു, ലോകത്തിൽ മനുഷ്യരെ നന്നാക്കാൻ 2 മാർഗങ്ങൾ. ഒന്ന്, ലാത്തിയും തോപ്പൊക്കെ വെച്ചിട്ട് മനുഷ്യനെ വിരട്ടി നന്നാക്കുക. 2, മഹാന്മാരുടെ ജീവചരിത്രം അവരെ പറഞ്ഞു കേൾപ്പിക്കുക വിശുദ്ധന്മാർ. ഇങ്ങനെയും വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇവരെ നിങ്ങൾക്ക് മോഡലാക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ക്രൈമിലോട്ട് പോകാതെ നല്ല മനുഷ്യരാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയും മോഡലുകൾ ഉണ്ടെന്ന് ലോകത്തെ മനസ്സിലാക്കാം. കേരളത്തിലും ലോകത്തിലും പാമ്പാടി മുന്നിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെയും പുണ്യവാന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചത്, ഇത്രയും വിശുദ്ധന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചത്, ഇത് നമുക്ക് മാതൃകയാവാനും പാമ്പാടി തിരുമേനിയെ പോലെ ആവാൻ പറ്റില്ലേ? ഒരു 10% പാമ്പാടി തിരുമേനിയുടെ വിശുദ്ധിയോ പ്രാർത്ഥനയോ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിരിക്കണം. ഞാൻ സ്റ്റാൻലി ജോൺസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാം. മലയാളം കൺവെൻഷന് വന്ന 25 കൊല്ലം ദീർഘമായി പ്രസംഗിച്ച മഹാനായ സുവിശേഷകനായിരുന്നു സ്റ്റാൻലി ജോൺസ്. അദ്ദേഹത്തിന് വിറവാദം പിടിപെട്ടു. പാർക്കിൻസൺ ഉൾപ്പെടെയുള്ള ഒരു വിറവാദം, കൈകളിങ്ങനെ വിറയ്ക്കുക, നാക്ക് വിറയ്ക്കുക. സ്റ്റാൻലി ജോൺസ് ദൈവത്തോട് പറഞ്ഞു, അങ്ങനെ ഈ രോഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ അടുത്ത മാരാവൺ കൺവെൻഷൻ പ്രസംഗിക്കാൻ ഞാൻ വാക്കുകൊടുത്തു. ആ പ്രസംഗം കഴിഞ്ഞ് മാത്രമേ എൻ്റെ ജീവൻ എടുക്കാവൂ. ആ പ്രസംഗത്തിനുള്ള അവസരം കൂടി എനിക്ക് തന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു, സ്റ്റാൻലി ജോൺസ് ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, ഇത്രയും വയസ്സത്തെ ഡിസീസ് വെച്ചുകൊണ്ട് പറ്റിയാണ്. സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, ഐ ബിലീവ് ഇൻ എ ഗോഡ് ഹു ബിലീവ്സ് നത്തിങ് ഈസ് ഇംപോസിബിൾ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. ഡോക്ടർമാർ മുഴുവൻ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് സ്റ്റാൻലി ജോൺസ് അടുത്ത മാരാവൺ കൺവെൻഷൻ വന്നു, അവിടെ പ്രസംഗിച്ചു. 1 മണിക്കൂർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഒരു 4 മാസം കഴിഞ്ഞാണ് സ്റ്റാൻലി ജോൺസ് മരിച്ചത്. അദ്ദേഹം മാരാവൺ കൺവെൻഷൻ പ്രസംഗിക്കാണെന്ന് ഒത്തമാല വലിയ മിത്രാപ്പുറത്ത് അദ്ദേഹം ചോദിച്ചു. അങ്ങ് അടുത്ത കൺവെൻഷനിൽ വന്നിട്ടേ ജീവൻ എടുക്കാവുന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കൊന്നും വരാമെന്നും അങ്ങേക്ക് വിശ്വാസം ഉണ്ടാകാനാണോ പ്രാർത്ഥിച്ചത്? സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, യെസ്, 100%. സ്റ്റാൻലി ജോൺസ് പറഞ്ഞ വാചകം, there is a difference between you and me or the ordinary people and me.
കാരണം നിങ്ങൾ പ്രകടമായ അത്ഭുതങ്ങൾ മാത്രമേ അത്ഭുതമാണെന്ന് എണ്ണുന്നുള്ളൂ. അതാണ് നിങ്ങളുടെ പ്രശ്നം. സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, എവറി ഡേ God creates thousands of miracles in our lives. ചിലത് മനപ്രാസത്തിൽ രക്ഷിക്കുന്നതാവാം, ചിലത് നമ്മുടെ ഒരു പണത്തിന്റെ ബുദ്ധിമുട്ടിൽ രക്ഷിക്കുന്നതാവാം, ചിലത് നമ്മുടെ കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടിയെ സഹായിക്കുന്നതാവാം. 10 പേപ്പർ കുട്ടി 9 പേപ്പർ ഭംഗിയുടെ 10ാം പേപ്പർ എഴുതിയിലേക്ക് പോയില്ല പണ്ടത്തെ 10 പേപ്പർ. അപ്പൊ 10 ദിവസവും ഭംഗിയുടെ പരീക്ഷ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മൾ മിറക്കൽ. ഒരു ദിവസം നമുക്ക് വയറാസം വരുന്നു, God saves you from that. അന്ന് നിങ്ങൾ ഓപ്പോസിറ്റ് ഒന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുതം ഉണ്ടാവുന്നു, ബട്ട് യു ഡോണ്ട് കൗണ്ട് ദം. പക്ഷെ എന്റെ ജീവിതത്തിൽ പുറവാതിൽ തന്നെ മോചിപ്പിച്ച് മാരാവണമെന്ന് പ്രസംഗിപ്പിച്ച പ്രകടമായ ഒരു അത്ഭുതം മാത്രമേ അത്ഭുതമായി നിങ്ങൾ എണ്ണുന്നുള്ളൂ. സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, യു ആൻഡ് മീ കൗണ്ട് ഓൺലി ഗ്രേറ്റ് മിറക്കിൾസ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുതം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുതം ദൈവത്തിന്റെ അത്ഭുതമാണ് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം, അത് ലിസ്റ്റ് ചെയ്യണം, അതിന് താങ്ക്സ് പറയണം. വലിയ അത്ഭുതങ്ങളല്ല, ചെറിയ അത്ഭുതങ്ങൾ, ചെറിയ ചെറിയ അത്ഭുതങ്ങൾ, thousands of miracles. അത് ഓർത്തിരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നതാണ് ഉത്തമനായ ഒരു വിശ്വാസിയുടെ കഴിവ്. ഇതാണ് സ്റ്റാൻലി ജോൺസ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതം ഉണ്ടായിരുന്നു. പാമ്പാടി തിരുമേനിയുടെ പേരിൽ ഒരുപാട് അത്ഭുതം ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു 10 ഇരട്ടി അത്ഭുതം പരിമള തിരുമേനിയുടെ പേരിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ പരിമള തിരുമേനി പട്ടം കൊടുത്ത 2 അച്ഛന്മാരുടെ പ്രപൗത്രനാണ്. എൻ്റെ അച്ഛൻ്റെ വല്യപ്പൻ പുത്തൻവീട്ടിൽ യാക്കോബ് കത്തനാർ പരിമള തിരുമേനി ശിഷ്യനായിരുന്നു, പരിമള തിരുമേനി പട്ടം കൊടുത്ത ആളായിരുന്നു. എൻ്റെ അമ്മയുടെ വല്യപ്പൻ കണിശ്ശേരിൽ വല്യച്ഛൻ അലക്സാണ്ടർ ജോസ് കത്തനാർ 71 വർഷം തുടർച്ചയായ ഓർത്തഡോക്സ് പള്ളിയിൽ വികാരിയായിരുന്നു. റെക്കോർഡിട്ട ആളാണ്. 78 years കണ്ടിന്യൂസ്. അദ്ദേഹത്തിന് റെക്കോർഡ് ക്രിസോസ് തിരുമേനി 10,000 പൊളിക്കുന്നെങ്കിലേ ഉള്ളൂ, ഞാൻ നോർമലി പൊളിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ പരിമള തിരുമേനിയുടെ ശിഷ്യന്മാരായിരുന്ന പട്ടം സ്വീകരിച്ച 2 അച്ഛന്മാരുടെ പ്രപൗത്രനാണ് ഞാൻ. എൻ്റെ അമ്മയുടെ സഹോദരൻ ഇടക്കിടയ്ക്ക് ഫിക്സ് വരും, രാത്രി ഭയങ്കര നിലവിളി, ഭയങ്കര ഭയം. അങ്ങനെ 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അങ്കിളിനൊരു ഫിക്സ് വന്ന് എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ ഈ കുഞ്ഞിനെ എടുത്ത് പരിമളത്തിനോട് ഫോട്ടോ എടുത്ത് നേരെ ഫ്രണ്ടിൽ കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, തിരുമേനി ഈ കാഴ്ച ജീവിതത്തിലുണ്ടാവുന്നതാണ്, ഈ പ്രശ്നം ഈ ഫിക്സിലോ ഇനിയും വീട്ടിലുണ്ടാവുന്നതാണ് എന്നുള്ള തിരുമേനോട് പ്രാർത്ഥിച്ചു. 4-ാം വയസ്സിന് ശേഷം 80-ാമത്തെ വയസ്സിൽ ഇപ്പോഴും എൻ്റെ അങ്കിൾ ജീവിച്ചിരിപ്പുണ്ട്. 76 വർഷമായി ഫിക്സ് പിന്നെ ആ മനുഷ്യൻ വന്നിട്ടില്ല. പരിമളത്തിനോട് അത്ഭുതം. എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു കൂട്ടതരത്തിന് ഉദാഹരണം പറഞ്ഞു തരുന്നു. അന്ന് എൻ്റെ മുതമുത്തച്ഛൻ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, ഇത് വളരെ പ്രകടമായ ഒരു അത്ഭുതമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നത്. പക്ഷെ ഇതുപോലെ ഒരുപാട് അത്ഭുതം പരിമളത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾക്ക് മാത്രം നന്ദി പറയാതെ ചെറിയ അത്ഭുതങ്ങൾ ഓർത്തിരിക്കുകയും അതിനും കൂടി നന്ദി പറയുകയും ചെയ്യുകയാണ് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടായി, ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പാമ്പാടി തിരുമേനി നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ അനന്തര തലമുറകൾ കൈമാറി എത്ര തലമുറ താപ്പോട്ട് പോകുന്നോ അത്രത്തോളം തലമുറകൾ രക്ഷിക്കപ്പെടുമെന്നും നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും.